നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഫുട്ബോളിന് ഒരു വിലാസമുണ്ടെങ്കിൽ അതിലെ ആദ്യ പേരുകാരൻ അയണിവളപ്പിൽ മണി വിജയനാണ്. തൃശൂർ കോലോത്തുംപാടത്തെ ചേരിയിൽ നിന്നും ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ അഭിമാനമായി ജ്വലിച്ചുയർന്ന IM വിജയൻ. പട്ടിണിയോടും മേലാളന്മാരോടും നിരന്തരം പടവെട്ടിയാണ് അയാൾ കാൽപന്തിൽ വിസ്മയങ്ങൾ തീർത്തത്. രാജ്യം വിജയന് പത്മശ്രീയും അർജുന അവാർഡും നൽകി ആദരിച്ചു. പക്ഷേ ചിലർക്കിപ്പോഴും വിജയൻ എന്ന കറുത്ത നിറക്കാരൻ കോലോത്തുംപാടത്തെ ചേരിക്കാരനാണ്. കോളനി വാണമെന്നാണ് അയാളെ ഒരു ഉളുപ്പുമില്ലാതെ അവർ വിശേഷിപ്പിക്കുന്നത്. അയാൾ സ്വന്തം മകൻ്റെ കല്യാണ ചടങ്ങിൽ നിലവിളക്കിന് മുന്നിലൂടെ ചെരുപ്പിട്ട് പോയാൽ ചിലരിലെ വിശ്വാസവും സവർണ ജാതി വികാരവും വ്രണപ്പെടും. അപ്പോഴവർ ഇന്ത്യൻ ഫുട്ബോളിന് വിലാസമുണ്ടാക്കിയ വിജയനെ മറക്കും. വിജയൻ്റെ ദളിത് ജാതിസ്വത്വം അവരുടെ ഉള്ളിൽ നിന്നും തികട്ടി വരും. അവരുടെ മസ്തിഷ്കത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജാതി മലം സോഷ്യൽ മീഡിയ വഴി ഛർദ്ദിക്കും. യാതൊരു ഉളുപ്പുമില്ലാതെ വിജയൻ്റെ നിറത്തെയും ജാതിയെയും, മണ്ണ് നഷ്ടപ്പെട്ട മണ്ണിൻ്റെ യഥാർത്ഥ ഉടയോന്മാർ താമസിച്ചിരുന്ന കോളനികളെയും അവർ അപമാനിക്കും. ജാതി ചെളിക്കുണ്ടിൽ പുളച്ചു മതിച്ചു കിടന്ന കേരളത്തിൻ്റെ പുറന്തോട് തട്ടിയുടച്ച് അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയിട്ട് 138 വർഷമാകുന്നു. സവർണ തമ്പുരാക്കന്മാരെ വെല്ലുവിളിച്ച് രാജവീതിയിലൂടെ അയ്യങ്കാളി വില്ലുവണ്ടി ഓടിച്ചിട്ട് 133 വർഷമാകുന്നു. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെ താൻ എന്ന് കുമാരനാശാൻ എഴുതിയിട്ട് 1 നൂറ്റാണ്ട് കഴിയുന്നു. കാലം ഇത്ര കഴിഞ്ഞിട്ടും ഉള്ളിലെ ജാതിബോധത്തിൽ പുളച്ചുമറിയുന്ന വിഷജന്തുക്കൾ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. ജനിച്ച ജാതി ചിലരുടെ കണക്കിൽ താഴ്ന്നതാണെങ്കിൽ മികവും പ്രതിഭയും എത്ര തെളിയിച്ചാലും ജാതിക്കള്ളിയിൽ നിന്ന് അവരെ മാറ്റില്ല. ഇത്ര കടുത്ത ജാതി അധിക്ഷേപം കണ്ടിട്ടും കേസെടുക്കാൻ കേരള പോലീസും തയ്യാറാകുന്നില്ല. അപ്പോഴും പുരോഗമന കേരളം, നവോത്ഥാന കേരളം എന്നൊക്കെയാണ് വെപ്പ്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ബാലരാമപുരത്തുനിന്നും ശരത്താണ് ആദ്യ പ്രേക്ഷകനെത്തുന്നത്. ശ്രീ ശരത്ത്, താങ്കൾ കണ്ടു കാണുമല്ലോ, IM വിജയൻ എന്ന കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും അഭിമാനമായ ഫുട്ബോൾ താരവും ഇതിഹാസവുമൊക്കെ ആയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണ ചടങ്ങിന് ആ വേദിയിലൂടെ നിലവിളക്കിരിക്കുന്നതിന് മുന്നിലൂടെ ചെരുപ്പിട്ടു പോയി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ജാതീയമായി ക്രൂരമായ അധിക്ഷേപങ്ങൾ നിരത്താൻ മടിക്കാത്തവരായി കേരളത്തിലെ സോഷ്യൽ മീഡിയ തലമുറ മാറിയിരിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ജാതി, മതം, ഇങ്ങനെ ഇത് രണ്ടും വലിയൊരു പ്രശ്നമാണ്. കാരണം മതത്തിന്റെ പേരിലും യുദ്ധങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്, ജാതിയുടെ പേരിലും നടക്കുന്നുണ്ട്. ഇവിടെ ജാതിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഫുട്ബോൾ ഇതിഹാസമായി ഇദ്ദേഹത്തിന് എതിരെ വന്ന ഇതൊരു ആക്ഷേപം പറയുമ്പോൾ നമുക്കിതിന് മുമ്പ് 1-2 ഉദാഹരണങ്ങൾ പറയേണ്ടതുണ്ട്. അതായത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സിനിമാ താരമായ അദ്ദേഹം കലാഭവൻ മണി എന്ന് പറയുന്ന മണിച്ചേട്ടനെ ഇതിനു മുമ്പ് ജാതിയുടെ പേരിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ജാതിയുടെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നേടേണ്ടി വന്നിട്ടുണ്ട്, സിനിമയിൽ നിന്ന് പോലും പല രീതിയിലും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇപ്പൊ ഈ വിനായകൻ ചേട്ടൻ, അദ്ദേഹത്തിനും ഈ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജാതി എന്ന് പറയുന്ന രീതിയിൽ, ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ എത്രത്തോളം തരം താഴ്ത്തും. ഇപ്പൊ ലോകം ഇത്രയും വികസിച്ചെങ്കിൽ പണ്ട് നാട്ടില് നടക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ പഠിക്കുന്നതിന് വേണ്ടിയും പിന്നെ ഐത്യം മാറുന്നതിന് വേണ്ടി യുദ്ധം ചെയ്ത് അതിനു വേണ്ടി എല്ലാവർക്കും ഒരേപോലെ ഭക്ഷണം കഴിക്കുക, എല്ലാവർക്കും ഒരേ രീതി വസ്ത്രം ധരിക്കുക, എല്ലാവർക്കും ഒരേ രീതി പഠിക്കാനുള്ള ഇത് വരിക, ക്ഷേത്രത്തിൽ കയറുന്നതിന് വേണ്ടിയുള്ള അവകാശം കിട്ടുക, ഇങ്ങനെ തുടങ്ങി ഒത്തിരി പ്രശ്നങ്ങൾ ഇവിടെ നടന്ന നാടാണ് നമ്മുടെ കേരളം. അത് ഇപ്പോഴ് ഈ നടന്ന സംഭവത്തിന് തൊട്ട് മുമ്പ് നടന്ന പല കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പം ഇപ്പോഴും മതം, ജാതി എന്ന് പറയുന്ന ഒരു വളരെ വ്യക്തമാണ് ശരത്ത്. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, IM വിജയൻ ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് ഇതിഹാസ സമാനനായ ഒരു വ്യക്തിയാണ്. ഓരോ മലയാളിക്കും അയാൾ വലിയ അഭിമാനമാണ്. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യൻ സ്വന്തം മകൻ്റെ വിവാഹ ചടങ്ങിൽ നിലവിളക്കിന് മുന്നിലൂടെ ചെരുപ്പിട്ട് നടന്നുപോയി എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, അദ്ദേഹം താമസിച്ചിരുന്ന കോലോത്തുംപാടത്തെ ചേരിയുടെ പേരിലൊക്കെ വല്ലാതെ അപമാനിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ജാതി വിഷം പേറുന്ന മനുഷ്യർ ഈ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇത്തരം അധിക്ഷേപങ്ങൾ. താങ്കൾക്ക് എന്താണ് അഭിപ്രായം? അതിൽ ഒരു അതിശയമായി ശ്രീ കിരൺ കാണാനില്ല. നമ്മൾ
എത്രയോ കാലമായി ഈ ഫ്യൂഡൽ ജാതി വരേണ്യവർഗ ചിന്തയെക്കുറിച്ചൊക്കെ നമ്മൾ പുരാതന കാലം മുഴുവൻ സംസാരിക്കുന്നല്ലോ, പഴയ കാലം ഒതൊക്കെ. ശ്രീനാരായണ ഗുരുദേവനും അതുപോലെ തന്നെ അയ്യങ്കാളിയും അതുപോലെ തന്നെ അവരുടെ ഒപ്പം നിന്ന സഹപ്രവർത്തകരായിട്ടുള്ള ധാരാളം നവോത്ഥാന നായകന്മാർ നമ്മുടെ കേരളത്തിൽ ഇതിനെതിരെ പടപൊരുത്തിയിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം വരാം, മന്നത്ത് പത്മനാഭന്റെയൊക്കെ ചരിത്രം അറിയാമല്ലോ. അദ്ദേഹം ഒരു നായർ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നുവെങ്കിലും അദ്ദേഹം പിന്നോക്ക വിഭാഗത്തിന് വേണ്ടിയിട്ട് വൈക്കത്തമ്പലത്തിലെ ക്ഷേത്രപ്രവേശന വിളംബരം അടക്കം നയിച്ചു. കാരണം പഴയ കാലത്ത് ഗുരുദേവനായാലും മന്നത്ത് പത്മനാഭനൊക്കെ അത്ര വൈഡായിട്ട് സാധാരണക്കാരിലേക്ക് വന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഈ പാവപ്പെട്ട പിന്നോക്ക ഇതുപോലുള്ള പാവപ്പെട്ട സംവരണ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് പടനയിച്ച് അദ്ദേഹം ക്ഷേത്രപ്രവേശന വിളംബരം അടക്കം നടത്തി. നമ്മൾ എന്തിനാ പറയുക, നായർ വിഭാഗത്തിന് പോലും ഒരു കാലത്തുണ്ടായിരുന്നല്ലോ, മുന്നോക്കം എന്ന് പറയുന്ന നായർ വിഭാഗത്തിന് പോലും അറിയാമല്ലോ. കൃഷ്ണപിള്ളയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നത് അതുകൊണ്ടാണ്. അപ്പൊ കൃഷ്ണപിള്ള മണിയടിച്ചപ്പോൾ കൃഷ്ണപിള്ളയ്ക്ക് പറയേണ്ടി വന്നു, എന്താ നല്ല നായര് മണിയടിക്കും, ഇലനക്ഷ നായർ പുറത്തടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ തന്നെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് വേദികളിൽ പറയാറുണ്ട്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി എന്ന് പറയും. ഇന്ന് പഴയ കാലത്തിനേക്കാൾ പുതിയ തലമുറ, ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം എനിക്കൊക്കെ ലജ്ജ തോന്നിയിട്ടുണ്ട്. പുതിയ തലമുറ സോഷ്യൽ മീഡിയ കൂടുതൽ ഉപയോഗിക്കുന്ന യുവാക്കളാണല്ലോ. അവരൊക്കെ ഇത്രത്തോളം ഫ്യൂഡൽ ജാതി വ്യവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷയോടെ കാണുന്ന യുവതലമുറ ഈ സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ കാണുമ്പോൾ ഇവരെങ്ങോട്ടാണ് ഇത് പോകുന്നത്? പഴയ വരേണ്യവർഗത്തെക്കാൾ അപകടകരമായ വരേണ്യവർഗം വരാൻ പോവുകയാണ്. ഇന്ന് മറ്റൊന്നുകൂടെ പറയാം, നമ്മൾ ഈ എന്നോട് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനും പൊതുപ്രവർത്തകനും കൂടെ ഞാൻ എല്ലാത്തരം ആൾക്കാരിലും ഞാൻ അത്തരത്തിൽ എനിക്ക് പറയാൻ ഇത് ബുദ്ധിമുട്ട്. പൊതുപ്രവർത്തകരായതുകൊണ്ട് ഈ നമ്മൾ വലിയ ആദർശം പറയുന്ന നേതാക്കൾ പോലും ഈ പാവപ്പെട്ട വീട്ടിൽ നമ്മൾ സൗഹൃദ സന്ദർശനത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോകുമ്പം അവർ കൊടുക്കുന്ന ഒരു ചായ പോലും മേടിച്ച് കുടിക്കാത്ത നേതാക്കന്മാർ ഇപ്പോഴും ഉണ്ട്. ശ്രീ, എനിക്കത് വെളിപ്പെടുത്തി പറയാൻ പറ്റത്തില്ല. ഈ ആദർശമൊക്കെ എല്ലാവരും പറയത്തേ ഉള്ളൂ. ഈ പാവപ്പെട്ട ഞാൻ എല്ലാ വീട്ടിലും പോയാലും എനിക്ക് ഭക്ഷണം തന്നാൽ കഴിക്കും. ഞാൻ കമ്മ്യൂണിസ്റ്റ്, എന്നെ അറിയാവുന്നവർക്ക് അറിയാം. ഞാൻ അതുകൊണ്ട് പറഞ്ഞാൽ എനിക്കറിയാം, എപ്പോഴും പലരും ഈ ഇതുപോലുള്ള ആൾക്കാരുടെ വീട്ടിൽ, നമ്മളെ പാവങ്ങളുടെ വീട്ടിൽ പോയാൽ ഇത്തരത്തിലുള്ള ഈ ജാതി നോക്കി ഭക്ഷണം കഴിക്കാത്തവരുണ്ട് ഇപ്പോഴും. അതായത് വളരെ പഴയ കാലത്തേക്കാൾ ശ്രീനാരായണ ഗുരുദേവൻ അല്ലെങ്കിൽ അയ്യൻകാളി അതിനേക്കാൾ വളരെ അപകടത്തിലോട്ട് പോയ ശ്രീ കിരൺ പുതിയ തലമുറ ഞങ്ങളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്താണ് ഇതിന് വഴി? എന്നാൽ ചോദിക്കും, നമുക്ക് ജാതീയത മാറ്റാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് അംബേദ്കർ അടക്കം ഭരണഘടന കൊണ്ടുവന്ന് അതിനുശേഷം ഈ പാവങ്ങളുടെ ഈ ദുര്യോഗം കൊണ്ടാണ് അവർക്ക് സംവരണമൊക്കെ കൊടുക്കുന്നത് നമ്മളെ ഗവൺമെന്റുകൾ. കാരണം അത്രത്തോളം മാനസിക തകർച്ച അവർ നേരിടുകയാണ്. എന്നോട് ഞങ്ങൾ പൊതുപ്രവർത്തകരായതുകൊണ്ട് എന്റെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സുഹൃത്ത് എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തമേശയ്ക്ക് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാനൊരു പാർട്ടിക്കാരനോട് ആയതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് സംവരണങ്ങൾ കിട്ടുന്നുണ്ട്, എനിക്ക് അത്ര പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. സംവരണം അപ്പോഴാകുമ്പോ എന്റെ പൊന്നു രാധാകൃഷ്ണൻ ചേട്ടാ, ഞങ്ങൾക്ക് ഒരു സംവരണവും വേണ്ട, നിങ്ങളെപ്പോലൊരു ജാതി ആയാൽ മതി. എനിക്കിത് പറയാൻ പറ്റാത്തതുകൊണ്ട് ആ സുഹൃത്തിന്റെ പേര് അങ്ങനെ വിഷമത്തോടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ ഫ്യൂഡൽ ജാതീയതയ്ക്കെതിരെ വലിയ മാറ്റം നമുക്കിനെ പോയി. ഏറ്റവും വലിയ ദുര്യോഗം ശ്രീകിരൺ ഈ പുതിയ കാലഘട്ടത്തിൽ ആചാര്യന്മാരൊന്നും വരുന്നില്ലെന്നുള്ളതാണ് വ്യക്തമാണ്. ശ്രീ രാധാകൃഷ്ണൻ, ഇപ്പോഴും ചില വീടുകൾ പോയാൽ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും തയ്യാറാവാത്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കളുണ്ട് എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ വെളിപ്പെടുത്തൽ തന്നെ അതൊരു വലിയ എത്രത്തോളം അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്ന്. ശ്രീ മഹി, IM വിജയനെ പോലെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഒക്കെ അഭിമാനമായ ഒരു മനുഷ്യനെ ജാതിയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ അപമാനിക്കപ്പെടുമ്പോൾ പോലീസ് അടക്കം അക്കാര്യത്തിൽ കേസെടുക്കാൻ പോലും തയ്യാറാവുന്നില്ല. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അത് കോൺഗ്രസ് തന്നെ ഭരിക്കണം, അവർ കേസെടുക്കില്ല. ഈ കോൺഗ്രസ് പണ്ട് ഈ 60-50 ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടി ജാതി ഫിലിറ്റും ജമ്മിച്ചോ ഉണ്ടാക്കിയ പാർട്ടിയാണ്, ഭൂസ്വ പാർട്ടിയാണ്. ഇപ്പൊ അവര് വലിയ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരുന്നുകൊണ്ട് ഇത്രയും ജാതിയും ഈ ദൈവവും മതമല്ല കുറച്ചിരിക്കണേ. ദൈവത്തിന് വിശ്വസിക്കാം, വിശ്വാസമായിരിക്കും വിശ്വസിക്കാം. ഇത്രയും ഒരു പാർട്ടി കോൺഗ്രസിനെ പോലെ തെമ്മാടി പാർട്ടി ഇന്ത്യക്കകത്തില്ല. ഇത്രയും ജാതിയും മതങ്ങളും വളർത്താൻ ഒരു 50-60 വലിയൊരു പ്രൊജക്ട് കേട്ടുകൊണ്ട് ഈ കോൺഗ്രസ് കേരളത്തിൽ കാണിച്ച തെമ്മാടിത്തരം താങ്കളുടെ പലപ്പോഴുള്ള കുഴപ്പം ഇതാണ്. താങ്കൾ ഒരു വിമർശനമൊക്കെ പറയുമ്പോൾ താങ്കളൊന്ന് പലപ്പോഴും ഈ അന്ധമായ ഒരു പക്ഷം മാത്രം രണ്ട് എതിരാളികളെ പറയുമ്പോൾ അവരോട് മാന്യത പുലർത്താൻ തയ്യാറാണ്. ഇങ്ങനെ ശ്രീ മഹി, ഞാൻ പലപ്പോഴും താങ്കളോട് പറഞ്ഞിട്ടുണ്ട്, താങ്കളെപ്പോലുള്ള ആളുകളൊക്കെ ആ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ CPM-ന് വേണ്ടി വാദിക്കാൻ ഇറങ്ങുന്ന ആ പാർട്ടിക്ക് തന്നെ ഒരു ബാധ്യതയാണ്. കാരണം എന്താണെന്നറിയാം, എതിരാളികളോട് പറയുമ്പോൾ മാന്യമായ രീതിയിൽ അതിനെ വിമർശിക്കുക, അതാണ് ഒരു മര്യാദ. അതില്ലാത്ത മനുഷ്യരുടെ വിമർശനങ്ങളെ ആളുകൾ മുഖവിലേക്ക് എടുക്കില്ല. നിങ്ങളൊക്കെ കാരണം 10 വോട്ട് പോകത്തേ ഉള്ളൂ. അത് മഹി ഇനിയെങ്കിലും മനസ്സിലാക്കും.
കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുമാത്രം അനുഭവിച്ച് ശരി, ഓക്കെ മഹി, ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും താങ്കളോട് ആർക്കെതിരെയും വിമർശനങ്ങൾ ഉന്നയിക്കാം. പക്ഷേ നമ്മളൊരു പൊതുവേദിയിലാണ് ഉന്നയിക്കുന്നത്, മനുഷ്യർ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേദിയിലാണ്. അവിടെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് തക്ക രീതിയിൽ ഉന്നയിക്കാൻ പഠിക്കണം. അങ്ങനെയാണ് വേണ്ടത്, അതാണ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ആളുകൾ അത് അംഗീകരിക്കൂ. ശ്രീ നാരായണനാണ്, ശ്രീകണ്ഠാപുരത്ത് നിന്നാണ്. ശ്രീ നാരായണൻ, ഈ കേരളം നവോത്ഥാന കേരളം എന്നൊക്കെയാണ് പറയുന്നത്, ജാതിയും മതവും ഒക്കെ പോയി എന്നൊക്കെ വാദിക്കുന്നവർ അടക്കമുണ്ട് കേരളത്തിൽ. പക്ഷേ ഇപ്പോഴും IM വിജയനെ ഒരു നിലവിളക്കിന് മുന്നിൽ ചെരുപ്പിട്ടു പോയി എന്നതിൻ്റെ പേരിൽ IM വിജയൻ്റെ ജാതിയും അദ്ദേഹം താമസിച്ചിരുന്ന ഒരു ചേരിയെ അടക്കം അപമാനിക്കുന്ന തരത്തിലേക്ക് സോഷ്യൽ മീഡിയയിൽ പറയാൻ മടിയില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ആളുകൾ എന്ന് പറയാൻ പറ്റത്തില്ല, അത്തരം ചില ജന്തുക്കളൊക്കെ ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട്. സാർ നമസ്കാരം. സാർ നമസ്കാരം. സാറ് പറഞ്ഞ വളരെ വളരെ ശരിയാണ്. കാരണം ഇപ്പോഴും അനുഭവിക്കുന്നത് ഉണ്ട്. അത് മുന്തിയ ജാതിക്കാരാണ്, അതിന് താഴെയുള്ളവർ, അതിന് താഴെയുള്ളവർ, അങ്ങനെ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്താ ചെയ്യാ? നമുക്ക് ആരാണ് ഇതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുക? എന്ത് പറഞ്ഞാലും നമ്മുടെ വ്യവസ്ഥയിലും അങ്ങനെ ഉണ്ടല്ലോ. അതൊക്കെയാണ് അവരൊക്കെ പറയുന്നത്. നമ്മളിത് വല്ലാണ്ട് അനുഭവിക്കുന്നതാണ്. IM വിജയനെ പോലത്തെ ഒരു നാട് മുഴുവൻ പ്രഗത്ഭനായ ഒരു വ്യക്തിനെ ഇങ്ങനെ അപമാനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സങ്കടമുള്ള കാര്യം തന്നെയാണ്. കാരണം അയാള് ഒരു പോലീസ് ഓഫീസറല്ലേ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കാനില്ലേ? എന്താ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവിച്ചു പോയി ഇങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് ഇങ്ങനെ വരുന്നത് വല്ലാതെ സങ്കടം തോന്നിയാണ് നമുക്കൊക്കെ. പുരോഗമനവാദി എന്ന് നമ്മൾ പറയുമെങ്കിലും തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടത്. പണ്ട് എലിയുടെ കാര്യം പറഞ്ഞ പൂച്ചക്കാരെ മണികെട്ടുക എന്നാണെങ്കിൽ ഇതിനാരാണ് ഒരു മാറ്റം വരുത്തോ സാർ? അതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം. അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ വിജയകുമാറാണ് പാറശാലയിൽ നിന്നും. ശ്രീ വിജയകുമാർ, ജാതിയും മതവും ഒന്നും പൊതു സമൂഹത്തിൽ അങ്ങനെ ഒരു ശക്തിയായി ഇല്ല എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അത്തരം കടുത്ത ജാതി വിവേചനം പേറുന്ന മനുഷ്യർ കേരളത്തിൽ നിരവധി ഉണ്ട് എന്ന് തോന്നുന്നു. ശരിയാണോ? ഹലോ നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഞാൻ അഗ്രൻ സാറേ, ഇത് പറഞ്ഞോളൂ താങ്കൾ. കേരളത്തിലെ വിദ്യാഭ്യാസം കുറച്ച് കൂടുതലാണ്. കാരണം അന്നേ സ്വാമി വിവേകാനന്ദ സ്വാമി പറഞ്ഞു ഇത് ഭ്രാന്താലയാണെന്ന്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ജാതി, ഈ മതം, ഇവർക്ക് ചില ആൾക്ക് ഇവിടെ കുറച്ചു പേർക്കുണ്ട്, എല്ലാവർക്കും ഞാൻ പറയില്ല, കുറച്ചു പേർക്കുണ്ട് ഈ നാട്ടിൽ. അത് നമ്മുടെ കുറച്ച് മോശമാക്കി കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ തന്നെ VD സതീശൻ നാമനിർദ്ദേശം ഇത് യൂസ് ചെയ്തപ്പോ ഇതെടുത്തപ്പോ അയാളെ മേനോൻ എന്ന് പറഞ്ഞു. അതിന് അവരിൽ തന്നെ ഒരാള് അറിയാം, ലജ്ജൻ ഡോജോ എന്ന് പറഞ്ഞത് അയാൾ ആ സ്ഥാനപ്പേര് എന്തിന് ചേർത്തെന്ന്. അപ്പൊ ഇതൊക്കെ ഒരു മോശമായ ഒരു ഇതാണ്. അവരിൽ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികളിൽ ചില ഇങ്ങനെയൊക്കെ ഉണ്ട് ആൾക്കാർ. അതൊക്കെ വളരെ മോശമായി പോയി. അത് അവരിൽ തന്നെ തീരുമാനം എടുക്കണം. അല്ലാതെ ഇവിടെ ഇപ്പൊ പിന്നെ ഈ ജാതിയെ പറഞ്ഞ് അടുത്തവരെ വീട്ടിൽ വെള്ളം കുടിക്കില്ല, അത് കുറച്ച് ജാതി ആക്ഷേപം. ശരി, ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ IM വിജയനെ പോലെ ഒരാളെ, അത് ഒരു സാധാരണ മനുഷ്യനല്ല, മലയാളിക്ക് കായിക രംഗത്ത് ഏറ്റവും അഭിമാനിക്കാൻ കഴിയുന്ന വളരെ ചുരുക്കം ചില മനുഷ്യരിൽ ഒരാളാണ് മലയാളിയുടെ ചരിത്രത്തിൽ തന്നെ. അങ്ങനെ ഒരു മനുഷ്യനെയാണ് അദ്ദേഹത്തിൻ്റെ ജാതിയുടെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, ജനിച്ചുപോയ സ്ഥലത്തിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ അപമാനിക്കുന്നത്. അതിനൊരു മടിയുമില്ല, അതിനൊരു ഉളുപ്പ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാതെ ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്നു. നമസ്കാരമുണ്ട്. ഒരു കാര്യം, അതേപോലെ ഒരു കാര്യം കുറച്ച് മുമ്പ് പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞു അതേപോലെ എപ്പോഴും പറയാണ്, കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറഞ്ഞ മാതിരിയാണ്. ഐറ്റങ്ങൾ എപ്പോഴും അവഗണിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പ് ഇവിടെ ചിരട്ടിയിലേനു ചായ ബെഞ്ചിൽ കുത്തിരിക്കാൻ പാടില്ല, ഇത് ഐറ്റകൾ ചെയ്ത കാര്യമായിരുന്നു. അവരെന്തോ ജാതിയാട്ടെ, ഇവര് വലിയ ജാതിക്കാർ ഇപ്പൊ ഇങ്ങനെ ഉണ്ടല്ലോ, മേനോക്കാരും നമ്പൂതിരന്മാരും പറഞ്ഞോലൊക്കെ ഓലൊക്കെ പോണോടത്ത് മുന്നിൽ ഒരാളിങ്ങനെ എസ്കോട്ട് പോകണം, എന്തിനെ മണി കെട്ടിക്കാണ്ട് അമ്മ വരുന്നുണ്ട്, ആത്തോലമ്മ വരുന്നുണ്ട്, മറ്റൊരു വരുന്നുണ്ട്, നിങ്ങളൊക്കെ ഇവിടുന്ന് മാറിക്കളിയാറുണ്ട്, കാണാൻ പാടില്ല. ആ വർഗം ഇപ്പോഴും ഇവരെങ്ങനെയാണ് പിന്തുടരുന്നത്? ആ വർഗത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല. അവരിപ്പോഴും താന്ന ജാതിനെ താന്നിട്ട് തന്നെയാണ് കാണുന്നത്. അല്ലാതെ ഇപ്പോഴും ഓലെ കാണുമ്പോ രണ്ട് കയ്യും കൂപ്പി നിക്കണം ഇവിടെ. അതിനൊക്കെ ഇവിടെ വരുന്നത് ഇതെങ്കിലും ഇത് കുറച്ചെന്നേലും കുറച്ച് കുറഞ്ഞ് ഇവിടെ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം നിലവിൽ വന്നത് കൊണ്ടും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണം പലപ്പോഴായി ഇവിടെ വന്നത് കൊണ്ടുമാണ് അവർക്ക് ഇത്ര നേരം ഒരു നല്ല
സ്ഥിതി കിട്ടുന്നുണ്ട്. അവർക്ക് ബെഞ്ചിമേൽ ഇരിക്കുക, അവർക്ക് വിദ്യാഭ്യാസമായി, കലക്ടറായി, വേറുള്ളതായി, ഇതൊക്കെ ആകാം. ഇതിനൊക്കെ അവർക്ക് അസൂയാണ്. കാരണം എന്നെ പോലെ ആവണം, നമ്പൂരിനെ പോലെ ആവണം, മറ്റവനെ പോലെ ആവണം, മേനോനെ പോലൊക്കെ ആവണം. അപ്പൊ അവരെ ആ താഴ്ത്തിക്കെട്ട് എന്ന് നിൽക്കണോ അന്ന് ഈ കേരളം, ഇന്ത്യ തന്നെ നന്നാവുള്ളൂ. എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട് പഠിക്കണം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ മുഹമ്മദ്. ശ്രീ രാമചന്ദ്രനാണ് പാറശാലയിൽ നിന്നും. ശ്രീ രാമചന്ദ്രൻ, കേരളത്തിൽ ഇപ്പോഴും ഈ ജാതിയിൽ താഴ്ന്നു വരുന്ന ഒരു കാലത്ത് മുദ്രകുത്തപ്പെട്ടിരുന്ന മനുഷ്യരോടുള്ള കടുത്ത അനീതി അല്ലെങ്കിൽ കടുത്ത വിവേചന ബോധം, അല്ലെങ്കിൽ ഒരാൾ IM വിജയനെ പോലെ ഒരാൾ ഷൂ ഇട്ടുകൊണ്ട് അല്ല ചെരുപ്പിട്ടുകൊണ്ട് ഒരു കല്യാണവേദിയിൽ നിലവിളക്കിന് മുന്നിലൂടെ പോയി എന്ന് പറഞ്ഞാൽ അത് കണ്ട് ആർക്കും വ്രണപ്പെടേണ്ട കാര്യമില്ല. അത് അയാളുടെ മകൻ്റെ കല്യാണമാണ്. അത് വെച്ചും അയാളുടെ ജാതിയെ വെച്ച് അപമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹലോ സാർ, നമസ്തേ സാർ. നമസ്തേ. ഹലോ നമസ്കാരം. സാർ നമസ്തേ. സാർ, ഈ IM വിജയൻ സാറിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ജാതിയും മതവും ഇല്ല, അദ്ദേഹം നല്ല മനുഷ്യനാണ്. സാറ് ചെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്നാലും അദ്ദേഹം പിന്നെ കെട്ടിപ്പിടിക്കും, കാര്യം പറയും. പിന്നെ അദ്ദേഹം സാധാരണ രീതിയിലുള്ള ജീവിതമാണ്. ട്രിവാൻഡ്രത്ത് വന്നിരുന്നാലും അദ്ദേഹം കഴിക്കുന്നത് സാധാരണ ക്യാൻറ്റീൻ നമ്മുടെ ക്യാൻറ്റീൻ ഉണ്ടല്ലോ, സാധാരണ ക്യാൻറ്റീനിൽ വന്നാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത്. അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഞാനും അദ്ദേഹത്തെ സംസാരിച്ചിട്ടുണ്ട്. ആർക്കും അദ്ദേഹത്തിനോട് സംസാരിക്കാം. അത്ര നല്ല എളിമയായ ഒരു മനുഷ്യനാണ് വിജയൻ സാറിന്. അദ്ദേഹം ഒരു പോലീസിലെ DSP ആണെന്നോ, അദ്ദേഹം വലിയ വോളിബോൾ താരമാണെന്നോ, അല്ല സ്പോർട്സ് കായിക താരമാണോ എന്നുള്ള ചിന്തയിലല്ല അദ്ദേഹം ജീവിക്കുന്നത്. അത് ഒന്ന്. പിന്നെ സാർ, എനിക്ക് പറയാനുള്ളത്, സാർ ദയവായി ജാതി ഇഞ്ചക്ഷൻ വെക്കരുത് സാർ. ഇവിടെ സാർ കേരളത്തിൽ ജാതി ഇല്ല. സാറിന് ജാതിയെ പറ്റി വ്യക്തമായി കാണണമെങ്കിൽ സാർ തമിഴ്നാട്ടിലോട്ട് പോകണം. സാർ ഒരു ആവശ്യത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ എന്ത് ജാതി എന്നാണ് സാർ. അവിടെയാണ് സാർ. ശ്രീ രാമേന്ദ്രൻ, എൻ്റെ ഒരു ചെറിയ സംശയം, ഈ കേരളത്തിൽ ജാതി ഇല്ല എന്നൊക്കെ എങ്ങനെയാണ് താങ്കൾ പറയുന്നത്? അല്ലെങ്കിൽ IM വിജയനെ പോലെ ഒരു മനുഷ്യനെ ഈ തരത്തിൽ അദ്ദേഹത്തിന്റെ ജാതി പറഞ്ഞ് കോളനി വേണം എന്നൊക്കെ വരെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇത്തരമുള്ള മനുഷ്യരൊക്കെ അതിനുള്ള ധൈര്യം കാണിക്കുന്ന എവിടെയാണ്? ഇതേ സ്ഥാനത്ത് IM വിജയന്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഈ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഏതെങ്കിലും ഒരു സിനിമാ താരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കളിക്കാരനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാന വ്യക്തിയോ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാൻ തയ്യാറാകുമോ? ഇല്ലല്ലോ. ഒരു കാര്യം പറയും, കേരളത്തിൽ എവിടെയാണ് ഈ ജാതി ഇല്ല എന്നൊക്കെ താങ്കൾ എന്ത് അർത്ഥത്തിലാണ് പറയുന്നത്? എന്നെ ഒന്ന് പറയാൻ അനുവദിക്കും സാർ. അനുവദിക്കാം. ജാതി എന്ന് പറഞ്ഞാൽ അവനവന്റെ പ്രവൃത്തിയാണ്. അദ്ദേഹത്തിന്റെ അവനവന്റെ പ്രവൃത്തിയൊന്നുമല്ല ശ്രീ രാമേന്ദ്രൻ ജാതി. അവനവന്റെ പ്രവൃത്തിയല്ല ജാതി. എത്രയോ ശ്രീ രാമേന്ദ്രൻ, എത്രയോ കാലമായി മണ്ണിൽ പണിയെടുത്തിരുന്നവരെ, ഈ രാജ്യത്തെ ഈ ലോകത്തെ സൃഷ്ടിക്കാൻ വേണ്ടി അധ്വാനിച്ചിരുന്ന മനുഷ്യരെ അവരെ അടിയാളന്മാരാക്കി നിർത്താൻ വേണ്ടി കുറച്ചു പേർക്ക് അവരുടെ സമ്പത്ത് ചൂഷണം ചെയ്ത് ജീവിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ജാതി. ആ ജാതി അല്ലാതെ ഓരോരുടെ പ്രവൃത്തി കൊണ്ടുണ്ടായതൊന്നും അല്ല ജാതി. അതൊക്കെ ഓരോ പറച്ചിലുകളാണ്. ഇല്ല സാറേ, ഒന്ന് എനിക്ക് പറഞ്ഞ ഒരു നിമിഷം സമയം തരണം. ഹൈക്കോടതി ജഡ്ജിസ്റ്റ് ആയിരുന്ന ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പ്രശ്നം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജാതി ഉപയോഗിച്ചു. ഈ ജാതി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ആൾക്കാരുടെ പ്രത്യേക രീതി. പിന്നെ അദ്ദേഹം വന്നിട്ട് ഒളിച്ചോടി. കാരണം അത് അറിയാമായിരിക്കും ആ സംഭവം. രാമേന്ദ്രൻ, എന്റെ ചോദ്യം ഇതാണ്. രാമേന്ദ്രൻ, ഈ കേരളത്തിൽ ഒരു ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ഏതെങ്കിലും ഒരു പൗരന് ഇവിടുത്തെ ഏതെങ്കിലും ഒരു സവർണ ജാതിയിൽപ്പെട്ട ഉന്നതമായ ജാതി വാലുള്ള ഒരാൾക്ക് ഒരു പൊതുസമൂഹത്തിൽ ചെന്നാൽ കിട്ടുന്ന അംഗീകാരം, പൊതുസമൂഹത്തിൽ ഒരു ജോലിക്ക് എന്നാൽ കിട്ടുന്ന ഒരു സ്ഥാനം, അത് കിട്ടും എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? സാർ, എനിക്ക് പറയാനുള്ളത്, പിന്നെ അവനവന്റെ കാര്യം നടത്താൻ വേണ്ടി സംവരണത്തിന് വേണ്ടിയിട്ടാണ് ജാതി ഉപയോഗിക്കുന്നത്. സംവരണം എന്തുകൊണ്ടാണ് കൊടുക്കേണ്ടി വന്നത്? കാലാകാലങ്ങളായി അവരുടെ തലമുറയായി അവരെ ചൂഷണം ചെയ്ത് വളർന്ന് ഒരു കൂട്ടർ തടിച്ചു കൊഴുത്തു വളർന്നുകൊണ്ടല്ലേ സംവരണം കൊടുക്കേണ്ടി വന്നത്? സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളെ ഒരു ഹൈക്കോടതി ജസ്റ്റിസ് ആയിരിക്കും, അദ്ദേഹത്തിന്റെ വീട്ടുജോലിക്കാരൻ പൈസ കൊടുത്തു പഠിക്കുന്നു. അതിനെന്താണ് കുഴപ്പം? മറ്റവൻ ദരിദ്രനാണ് സാർ. ഏതാളാണ് കേരളത്തിലെ ദളിത് വിഭാഗത്തിന്റെ ദാരിദ്ര്യത്തിന്റെ കണക്കും കേരളത്തിലെ ഏതെങ്കിലും ഒരു സവർണ വിഭാഗത്തിന്റെ ദാരിദ്ര്യത്തിന്റെ കണക്കും എടുത്താൽ ആരായിരിക്കും കൂടുതൽ ദരിദ്രന്മാരുള്ളത്? സാർ, അതിനേക്കാളും കൂടുതൽ താഴ്ന്ന രീതിയിലാണ് ഏത് രാജ്യത്തെ കണക്കാണ് താങ്കൾ ഈ പറയുന്നത്? രാമേന്ദ്രൻ പറയുന്നത്, രാമേന്ദ്രന്റെ പരിചയമുള്ള നാട്ടിലെ ഒരു 100 പേരുടെ കണക്കെടുക്കുക. ആ കണക്കെടുത്തിട്ട് താങ്കൾ നോക്കുക, അവിടെയുള്ള ഏതെങ്കിലും ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആകെ ആളുകളും മറ്റു ജാതിയിൽപ്പെടുന്ന ആളുകളുടെയും സാമ്പത്തിക കണക്കെടുത്ത് നോക്കുക. 100 വീട് നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും താങ്കൾക്ക്.
സാർ ഞാൻ 1000 പേരുടെ കണക്കെടുത്ത് തരാം. താങ്കൾ ഒരു 1000 പേരുടെ കണക്കല്ല, താങ്കൾക്ക് ഒരു തോന്നലുണ്ട് ഈ സംവരണം എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു തെറ്റായ ധാരണയാണെന്ന്, തെറ്റായ രീതിയിൽ കൊടുക്കുന്നതാണെന്ന്. ഒരു സെക്കൻഡ് സമയം തരുമോ സാർ? ഒരു സെക്കൻഡ് അല്ല, എത്ര സമയം വേണമെങ്കിലും തരാം. ഒരു സെക്കൻഡ് സാർ. ഈ നമ്മുടെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്ത് താമസിക്കുന്ന പിന്നെ ബ്രാഹ്മൺസ് എന്ന് പറയുന്ന ആൾക്കാർ എല്ലാം വളരെ ദരിദ്രരാണ്. അവരുടെ ദാരിദ്ര്യത്തിന് ആയിക്കോട്ടെ, അങ്ങനെ അതിനേക്കാൾ ദരിദ്രരായ എത്രയോ പിന്നാക്കക്കാർ, എത്രയോ പട്ടികജാതി പട്ടികവർഗക്കാർ ഈ ഇന്ത്യ മഹാരാജ്യത്ത് താമസിക്കുന്നു. ഈ അവരുടെ ദാരിദ്ര്യം മാത്രം താങ്കൾ എത്ര ദുഃഖിക്കുന്നത് എന്തിനാണ്? അവർ ജാതി മാത്രമേ ഉള്ളൂ, പക്ഷെ അവർക്ക് പറയാൻ ജാതി മാത്രമേ ഉള്ളൂ, സമ്പത്തില്ല. സാർ മനസ്സിലാക്കണം. കാലാകാലങ്ങളായി സമ്പത്ത് കൈകാര്യം ചെയ്തിരുന്ന മനുഷ്യരല്ലേ? അവരിനകത്ത് 1-2 പേർക്ക് ചിലപ്പോൾ സമ്പത്ത് ഇല്ലാതായി വന്നു കാണും, അല്ലെങ്കിൽ ചെറിയൊരു ശതമാനത്തിന് സമ്പത്ത് ഇല്ലാതായി വന്നു കാണും. അതിന്റെ പേരിൽ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? സാർ ഇന്നിവിടുത്തെ ഏറ്റവും വലിയ ജാതി എന്ന് പറയുന്നത് മന്ത്രിമാരാണ്. അതൊക്കെ വിടൂ, താങ്കൾ ഈ കാര്യം പറയുമ്പോൾ വേറെ വേറെ കാര്യത്തിലേക്ക് പോകാതെ. ശരി, അല്ല സാർ, ഇത് ജാതി ഇല്ല എന്ന് ശ്രീ രാമേന്ദ്രൻ പറഞ്ഞാൽ സാമാന്യ ബോധമുള്ള ഒരാളിനും അംഗീകരിക്കാൻ കഴിയില്ല. കേരളത്തിൽ എല്ലാ മേഖലയിലും ജാതിയുണ്ട്, രാഷ്ട്രീയത്തിൽ ജാതിയുണ്ട്, കേരളത്തിൽ ഉദ്യോഗസ്ഥരിൽ ജാതിയുണ്ട്, ഒരു സ്വകാര്യ മേഖലയിൽ ഒരു കച്ചവട സ്ഥാപനത്തിൽ ജോലിക്കെടുക്കുന്ന ആളുകൾ പോലും ജാതിയുണ്ട്. ഇത് മാറേണ്ട കാലം കഴിഞ്ഞു. ഞാൻ ജാതി മാറാം, പക്ഷെ എനിക്ക് പിന്നെ സംവരണം തരുമോ? ഇല്ല. ശ്രീ രാമേന്ദ്രൻ, ജാതി മാറിയാൽ എന്തിനാണ് സംവരണം തരുന്നത്? താങ്കൾക്ക് എന്തുകൊണ്ടാണ് സംവരണം കൊടുക്കുന്നത്? സംവരണം ആർക്കെങ്കിലും ഔദാര്യമായി കൊടുക്കുന്നതല്ല. ഈ സംവരണം ഇല്ലാത്ത ഇപ്പോഴത്തെ സമൂഹമെല്ലാം ആ സമൂഹത്തിന്റെ മുൻ തലമുറക്കാർ ഈ സംവരണം താങ്കൾ കേൾക്കൂ, ഈ സംവരണം ഇപ്പോൾ ലഭ്യമല്ലാത്ത തലമുറയുടെ മുൻ തലമുറക്കാർ ഈ സംവരണം ഇപ്പോൾ കിട്ടുന്ന തലമുറയുടെ മുൻ തലമുറക്കാരെ ചൂഷണം ചെയ്ത് ജീവിച്ചവരാണ്. സാർ എല്ലാവരും ചൂഷണത്തിലായിരുന്നു. ഇപ്പോഴും നമ്മളെ മറ്റുള്ളവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ രാമേന്ദ്രൻ, എന്തായാലും അങ്ങനെ ആയിക്കോട്ടെ. താങ്കൾ ഈ ജാതി ഇല്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മനസ്സിൽ ഇപ്പോഴും ജാതി വെറി നന്നായിട്ട് ഉണ്ട്. കേരളത്തിലെ ആളുകളുടെ നിറം നോക്കി, മുഖസൗന്ദര്യം നോക്കി, ജാതി നോക്കിയൊക്കെ ഇപ്പോഴും തീരുമാനമെടുക്കുന്ന ആളുകൾ നിരവധിയെങ്കിലും ഉണ്ട്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? IM വിജയനെ പോലെയുള്ള കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ 3-ാം ലോക രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഉയർന്നു വന്ന അത്യപൂർവ മനുഷ്യരിൽ ഒരാളാണ്. അങ്ങനെ ജീവിതത്തോട് പടപൊരുതി കയറി വന്ന് ഇന്ത്യയുടെ അഭിമാനമായ മനുഷ്യനാണ്. അയാളെ പോലും ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കുന്നു. എനിക്ക് അത് മനുഷ്യന് പറ്റുന്നതല്ല, അതായത് ബുദ്ധി ബഹദൂരുള്ള മനുഷ്യന് പറ്റുന്നില്ല. ഏകദൈവം, 1 റിലിയൻ 1 കാസ്റ്റ് 1 ഗോഡ് ഫോർമെന്റ്. മനുഷ്യൻ ജാതി മതവും എല്ലാം മനുഷ്യൻ തന്നെ ഉണ്ടാക്കിന്. പക്ഷെങ്കിൽ ഗവൺമെന്റ് ഇനിയും മാറ്റം വരുത്തുന്നത്, അതായത് നെയിം ഓഫ് ദ കാസ്റ്റ്, നെയിം ഓഫ് ദ റിലീജിയൻ എല്ലാത്തിലും വരുന്നത്. അത് നിർത്തണം ആദ്യം. സാമ്പത്തിക ഇത് നോക്കിയിട്ട് എല്ലാവർക്കും എല്ലാ ഇത് കൊണ്ട് ജാതി മതം എല്ലാം സെയിം, എല്ലാം സെയിം. എല്ലാ നദികളും കടലിൽ പോകുന്നു. എല്ലാ നദികളും കടലിലേക്ക് പോകുന്നത് കൊണ്ട് അങ്ങനെ പറഞ്ഞ് എല്ലാ ജാതിയും ഒരുപോലെയല്ല. ഓരോരുത്തരുടെ എല്ലാ ജാതിക്കാർക്കും എല്ലായിടത്തും കിട്ടുന്ന അംഗീകാരവും ഒരുപോലെയല്ല. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് IM വിജയനെ തെറി വിളിക്കുന്നതും മറ്റൊരാളായിരുന്നെങ്കിൽ ആ തെറി വിളിക്കാൻ തയ്യാറാവാത്തത്. തങ്കച്ചനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ പുരോഗമന കേരളം, നവോത്ഥാന കേരളം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ IM വിജയൻ ഒരു ഷൂ ഇട്ടോ ചെരുപ്പിട്ടോ നിലവിളക്കിന് മുന്നിലൂടെ പോയാൽ ആകെ കൂടി തകർന്നു പോകുന്നതാണ് ഇവരുടെ ഉള്ളിലെ എല്ലാവിധ വികാരങ്ങളും. നമസ്കാരം. ഞാൻ ഒരു പറയ സമുദായത്തിൽപ്പെട്ട ഒരു ദളിത് യുവാവാണ്, ദളിതാണ് ഞാൻ. എനിക്കിപ്പോൾ 60 വയസ്സാണ്. എന്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. കാരണം വെച്ചാൽ നമ്മൾക്കറിയാം, ഒരു നായ സമുദായത്തിലോ ഒരു ഈഴ സമുദായത്തിലോ നമ്മളൊരു കല്യാണത്തിനോ മറ്റുള്ള ചടങ്ങുകളിൽ വിളിച്ച് തീർച്ചയായിട്ടും പറയാൻ എന്ന രീതിയിൽ അവർ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്റെ ഭാര്യ MA BEdകാരിയാണ്. തൊട്ടടുത്ത സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ച് LDF സ്ഥാനാർത്ഥി മത്സരിച്ച് ഒരു ഈഴവ സ്ത്രീയാണ്. അവർ 10ാം ക്ലാസ് പോലും വിദ്യാഭ്യാസം ഇല്ലാത്ത അവര് LDF ചോദിച്ചറിയോ പറയത്തേക്ക് വോട്ട് ചെയ്യണോ അതോ ചോവത്തേക്ക് വോട്ട് ചെയ്യണോ? ഇങ്ങനെയുള്ള കാലം ഇന്നും ഉണ്ട് സാറേ കേരളത്തിൽ. ഇത് എന്റെ അനുഭവം അല്ലാതെ ഞാൻ മറ്റൊരാളുടെ അനുഭവമല്ല പറയുന്നത്. നമുക്കറിയാം, പള്ളി ചേർന്നാൽ പുലയൻ, പള്ളി ചേർന്നാൽ അവസ്ഥ ക്രൈസ്തവർ, പറയൻ പള്ളി ചേർന്നാൽ അവസ്ഥ ക്രൈസ്തവർ. അതേസമയത്ത് ഒരു ഈഴവൻ പള്ളി ചേർന്നാൽ അവരങ്ങനെ പറയാല. അത് ഈഴവനക്ക് അങ്ങനെ മാറാറില്ല. എന്റെ അനുഭവത്തിൽ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ട കാലത്ത് സാറേ ഒത്തിരി ജാതി അധിക്ഷേപങ്ങൾ എന്റെ അധ്യാപകരും എനിക്കുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്റെ മക്കളിൽ കൂടി ഇത് ഉണ്ടാകുന്ന. ഞാൻ നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നല്ല കാര്യങ്ങൾ നടത്തി. ഇപ്പോൾ പറഞ്ഞ ഇവിടെ പലരും ജാതി ഇല്ലാന്ന് ആക്ഷേപിക്കും പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, എന്റെ മക്കൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു ദളിത് സമുദായത്തിൽപ്പെട്ടതാണ്. ഈ സമുദായത്തിൽപ്പെട്ട് എന്റെ മക്കൾ ഈ ജാതി ഇല്ലാന്ന് പറഞ്ഞ മക്കളെ കൊണ്ട് വിവാഹം കഴിക്കാൻ തയ്യാറാകും? എപ്പോഴും ഇല്ല. അവരും ജാതിയുടെ പേരിൽ മാറ്റി നിർത്തും എപ്പോഴും.
നമ്മളൊരു അമ്പലത്തിൽ ചെന്ന് നമ്മളൊരു വഴിപാട് നടക്കും, വഴിപാടും ദൈവത്തിന് ഇല്ല ജാതി മതമൊന്നും. പക്ഷെ അവിടെ നായർക്കോ അല്ല അവിടുത്തെ പൂജാരിക്കോ അവിടുത്തെ കടകത്തിരിക്കുന്ന നായന്മാർക്കോ ഒക്കെ ജാതി ആക്ഷേപത്തിന് വേണ്ടി നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിനൊരു മാറ്റി നിർത്തുന്ന രീതിയിലേക്കാണ് വരുന്നത്. ഇത്തരം കാര്യങ്ങൾ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് സാറേ. എനിക്ക് 60 വയസ്സുണ്ട്. ഇത്രയും കാലഘട്ടത്തിൽ എനിക്കറിയാം. നമ്മുടെ ഒരു സദ്യ കഴിച്ചു വരുമ്പോൾ അന്റെ പറയാൻ ഇല കൊണ്ട് വരുന്നു മാറി നിൽക്കുന്നു പറഞ്ഞ എനിക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ട്. ഈ അനുഭവം പറഞ്ഞു വെച്ചാൽ ഒത്തിരി വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടത് പറയുന്നത്. ഈ ഒരു സത്യം പറയും ഇങ്ങനെ ഒരു കാര്യം ഇത് എടുക്കുന്നതിൽ എപ്പോഴും ന്യൂസ് എയ്റ്റിനോട് ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കുകയാണ്. കാരണം ഇതൊക്കെ നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ, മറ്റൊരു ചാനലിനെ കൊണ്ട് കഴിയല്ല എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളാണ് സാറേ. ഇതിനൊക്കെ നമുക്ക് ഉത്തരവാദിത്തത്തിന്റെ പേരിൽ മാറ്റി നിർത്തി നമുക്കറിയാം. നെയ്യാറ്റിൻകര വാസുദേവൻ അതൊക്കെ ഉത്തരവാദിത്തത്തിന്റെ പേരിൽ മാറ്റി നിർത്തി കലാകാരൻ കലാഭവമണി അതുപോലെ ഇവരെ പോലുള്ളതൊക്കെ ഈ ജാതിയുടെ മതത്തിനെ പറ്റി മാറ്റി നിർത്തി കലാകാരൻ അവരുടെയൊക്കെ പിന്നെ അവർ വന്നിരിക്കുന്ന അവർക്ക് പഠിച്ച് നമുക്കറിയാമല്ലോ. നെയ്യാറ്റിൻകര വാസുദേവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിഗാംഭീര്യമായി കർണാടകത്തിൽ പ്രാവീണ്യമുള്ള ഒരാളാണ്. അവരെയൊക്കെ എത്രയോ ഗാനങ്ങൾക്കാണ് അവരെയൊക്കെ മാറ്റി നിർത്തി. ഇതൊക്കെ നമുക്കറിയാം. നമ്മുടെ സമുദായത്തിൽ ഇപ്പോഴും ജാതി വ്യവസ്ഥകളും എല്ലാം ഉണ്ട്. നമുക്കറിയാം ജാതി ഇല്ലാതെ ഒരു കാരണവശാലും ഒരു മനുഷ്യൻ ഇന്നത്തെ കാലം ജീവിക്കത്തില്ല. നമുക്ക് സംവരണം ഉണ്ടെന്ന് പറഞ്ഞു സാറേ. എനിക്ക് കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും സംവരണം കിട്ടുള്ളൂ. കാരണം അല്ലെങ്കിൽ നമുക്ക് സംവരണം കിട്ടും ഇല്ല. ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ നിലനിൽപ്പിന് എപ്പോഴും ഈ ഒരു എതിർപ്പ് ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അങ്ങനത്തെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരാൾ അങ്ങനെ അനുഭവങ്ങൾ പറയുമ്പോഴെങ്കിലും മുൻ അഭിപ്രായം പറഞ്ഞ ആളുകളൊക്കെ അത് കേട്ട് കാണും എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം കൂടിയാണ് പറയുന്നത്. ഈ പുതിയ കാലത്ത് പോലും അത്തരം ജാതിയുടെ പേരിൽ അപമാനം നേരിടേണ്ടി വരിക എന്ന് പറയുന്നത് കേരളത്തിന് നാണക്കേടാണ്. ശ്രീ വിജയകുമാറാണ് പട്ടാമ്പിയിൽ നിന്ന്. ശ്രീ വിജയകുമാർ, IM വിജയൻ ചെരുപ്പിട്ടുകൊണ്ട് ഒരു നിലവിളക്കിന് മുന്നിലൂടെ പോയാൽ ഉടനെ അയാളെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ വികാരം വ്രണപ്പെട്ടു പോകുന്ന തരത്തിലേക്ക് പൊട്ടി ഒലിക്കാൻ തയ്യാറായി നിൽക്കുകയാണോ നമ്മുടെ ജാതി കുരുക്കളൊക്കെ? ഇതിനെ സംബന്ധിച്ച് ശരിക്കും ഈ ഇടതുപക്ഷ പ്രസ്ഥാനം പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം CPM-ന്റെ നേതൃത്വത്തിലാണ് ഈ ജാതിക്കും മതത്തിലും അതിൻ്റെയൊക്കെ വിവേചനത്തിനായിട്ട് സമരം ചെയ്യുന്നതും ആശയപരമായിട്ട് ജനങ്ങളെ ആയുധമണിയിക്കുന്നു. അപ്പൊ അതിന്ന് വ്യതിരിക്കുന്ന ആൾക്കാരാണ് ഇത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നെ അത് ഈ കേരളം ഇന്നത്തെ അവസ്ഥയിൽ ഈ എല്ലാം കൊണ്ടും പുരോഗമനപരമായിട്ട് എത്തിക്കുന്ന വളരെയധികം സംഭാവന ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇന്നും അങ്ങനെ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രസ്ഥാനത്തെ തളർത്താൻ നോക്കുന്നവരാണ് പിന്തിരിപ്പൻ വർഗീയ ശക്തികളൊക്കെ. അപ്പൊ അത് ശരിക്കും ആശയപരമായിട്ട് ഏറ്റവും അധികം ഉയർത്തേണ്ടത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ CPM-നെ വളർത്തേണ്ട സമയമാണ്. ഇത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അതിന്ന് മാറ്റം വരുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജാതി അല്ലെങ്കിൽ മത ശക്തികളൊക്കെ അത് നിലനിൽക്കുന്നതല്ല, മോശമായിട്ടുള്ള അവസ്ഥയിൽ അവര് സംഘടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേക്ക. പക്ഷെ അതിനെ തടയാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്ത് മാത്രം തന്നെ പറ്റുകയില്ല, അങ്ങനെ ചെയ്യുകയും ചെയ്യുള്ളൂ. മറ്റുള്ള ആൾക്കൊക്കെ അത് വെറും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള മാത്രമേ ഉള്ളൂ. മറ്റുള്ള ജാതി മതത്തിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചാൽ അതൊക്കെ വെറും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രമല്ല. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഏറ്റവും വളർത്തുക അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വളർത്തുക, അതാണ് ഇന്നത്തെ ഏറ്റവും ഇന്നത്തെ എല്ലാ കാലത്തും വേണ്ട, ലോകത്തിൽ മുഴുവൻ വേണ്ടത് അതാണ്. നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണ്. ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. ശ്രീ വിജയകുമാറാണ് പട്ടാമ്പിയിൽ നിന്ന്. ശ്രീ വിജയകുമാർ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ IM വിജയൻ ഒരു ചെരുപ്പിട്ടുകൊണ്ട് നിലവിളക്കിന് മുന്നിലൂടെ പോയാൽ തകർന്നു പോകുന്നതാണോ, അല്ലെങ്കിൽ ഈ കേരളത്തിലെ വിശ്വാസവും വികാരവും ഒക്കെ? അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞേള്ളൂ. ക്ഷമിക്കണം, ശ്രീ ദാസനാണ് കണ്ണൂരിൽ. ശ്രീ ദാസൻ, താങ്കൾ പറഞ്ഞോളൂ. ഹലോ, കേൾക്കാവോ? നമസ്കാരമുണ്ട്, പറഞ്ഞോ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോ കുറച്ചു മുമ്പ് വിളിച്ച പ്രേക്ഷകൻ പറഞ്ഞു തന്നെ യാഥാർത്ഥ്യം. അയാളെ അനുഭവം അയാൾ പറഞ്ഞു. കുറച്ചു മുമ്പ് ഇപ്പൊ കഴിഞ്ഞ മുമ്പ് വിളിച്ച ആളില്ലേ, അയാൾ വളരെ കറക്റ്റ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോ ഒരുതരം കുഷ്ഠരോഗം ബാധിച്ച മനസ്സുള്ള മനുഷ്യന്മാർ ഇന്നുമുണ്ട്. IM വിജയനെ പോലത്തെ ഇത്ര പ്രമുഖനായ ഒരാൾക്ക് ഈ അവസ്ഥയാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു അമ്പലത്തിന് ഉള്ളിൽ വെക്കുമ്പോ നിങ്ങളെ വീട്ടിനുള്ളിൽ വെക്കുമ്പോൾ മാത്രമേ നിലവിളിക്കിന് ഒരു പ്രത്യേക പവറുള്ളൂ. അല്ലെങ്കിൽ ഒരു വോട്ട് മാത്രം. ഞാൻ എന്റെ വോട്ട് മാത്രമായിട്ട് മൂത്രം ഒഴിക്കുന്നതെന്ന് ആർക്കൊന്നും പറയാനില്ല. അത് എന്റെ ഇഷ്ടാ. നിങ്ങൾ ഒരു നിലവിളക്ക് അയാൾ നിങ്ങൾ അമ്പലത്തിനുള്ളിൽ വെക്കുമ്പോൾ നിലവിളക്ക് പവർ ഉണ്ടാവും. നിങ്ങൾ വീട്ടിന്റെ അകത്ത് വെക്കുമ്പോൾ ഉണ്ടാവും. ഇത് വോട്ട് മാത്രമാണ്. ഇത്തരം തോന്നിവാസം പിടിച്ച ആളുകളൊക്കെ ഇന്ന് ഈ നാട്ടിൽ ഇപ്പോ എന്ത് വേണം പറഞ്ഞിട്ട് കോളനി വേണം. അയാൾ അച്ഛന് എന്റെ
ഭാഷയില്ല. അതൊക്കെ എന്തൊരു വൃത്തിയാണ് അതൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഈ നാട്ടിലെ ഈ സാധനം ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൻ പുറത്ത് തന്നെ ഒരു പട്ടികജാതി കോളനിയിൽപ്പെട്ട് രണ്ടാൾ വരുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലത്തെ മറ്റേ ആൾക്കാരെ മറ്റേ കമ്പനി അവൻ അങ്ങനെ ആ രീതിയിൽ സംസാരം ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് കിരൺ ബാബു. എന്നിട്ട് ആൾക്കാർ പറയും ഇവിടെ ജാതിയില്ല മതമില്ല, ജാതി മതം ഇത് എവിടെയും പോയിട്ടില്ല. ഇങ്ങനെ ഇന്നും ഈ നാട്ടിൽ ഇത് നടക്കുന്നുണ്ട്. ഇത് ഈ ലോക അവസാനം വരെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. കാര്യം കുറെ പാവങ്ങൾ ഓന്റെ തൊഴിൽ കറുത്തമുണ്ട്, ഓന്റെ വിധിയായത് വേറൊന്നും പറയാനില്ല അധികം. ഓക്കെ കിരൺ ബാബു. ശരി. ശ്രീ ഗോപകുമാറാണ് ചെറുപ്പളശ്ശേരിയിൽ നിന്നും. ശ്രീ ഗോപകുമാർ, IM വിജയനെ പോലെ ഇന്ത്യയുടെ അഭിമാനമായ ഒരു മനുഷ്യന് നേരെയാണ് നിലവിളക്കിന് മുന്നിലൂടെ ചെരുപ്പിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് ആളുകൾ അദ്ദേഹത്തിനെ ജാതീയമായി പോലും അധിക്ഷേപിക്കുന്നത്. നമസ്കാരം. നമസ്കാരമുണ്ട്. IM വിജയൻ എന്ന് പറയുന്ന ആൾ ഒരു വ്യക്തി മാത്രമല്ലല്ലോ. ഒരു വ്യക്തി മാത്രമല്ല, അദ്ദേഹം ഒരു വലിയ ഫുട്ബോളറാണ്, ഒരു പോലീസ് ഓഫീസറാണ്, ഒരു സ്പോർട്സ്മാൻ ആണ്, ഫുട്ബോൾ പ്ലെയർ ആണ്. അങ്ങനെ ഒരുപാട് ഇന്ത്യക്ക് വേണ്ടി ബൂട്ടണിഞ്ഞുള്ള ഒരു പ്ലെയറാണ്. ഇത്രയും വലിയൊരു മഹത് വ്യക്തിക്ക് പോലും ഇങ്ങനെ ഒരു ആക്ഷേപം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ട് പറഞ്ഞാൽ നമ്മുടെ കേരളം ഇനി മുന്നോട്ട് വന്നിട്ടില്ല. നേരത്തെ പറഞ്ഞ മാതിരി എനിക്ക് പോലും അനുഭവം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. ഇപ്പോഴല്ല, കുട്ടിക്കാലത്ത് ഒരു 10 വയസ്സ് 12 വയസ്സുള്ള സമയത്ത് എനിക്ക് പോലും അനുഭവമുണ്ട്. ഇത്രയ്ക്കും ഞാനൊരു നായർ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അന്നുണ്ടായിരുന്നു അത്. എനിക്കൊരു 12 വയസ്സ് 15 വയസ്സൊക്കെയുള്ള സമയത്ത് ഉണ്ടായിരുന്നു ഈ സംഭവം. ഒരു ഗ്രാമത്തിലാണ് ഞാൻ, എന്റെ വീടൊക്കെ ഒരു ഗ്രാമത്തിലാണ്. എനിക്ക് പോലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കുളിക്കാൻ പോകുന്ന സമയത്ത് തമ്പുരാട്ടി അവിടുന്ന് കുളിച്ച് തിരിച്ചു വരുന്നു. അപ്പൊ പാടത്ത് കൂടെയാണ് പോകുന്നത് പുഴയ്ക്ക്. ആ പോകുമ്പോ ഒരേ വരമ്പത്തിൽ വരുമ്പോ ആരാത് മാറി പറഞ്ഞ് എന്നെയൊക്കെ എന്നെ അനിയനൊക്കെ അതേമാതിരി മാറ്റി നിർത്തിയിട്ട് അവരൊരു കുടയൊക്കെ ചൂടിയിട്ടാ വരിക. അപ്പൊ അവർക്ക് അന്ന് അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. അത് ഇന്നും നിലനിൽക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കേരളം എന്ന് പറയുമ്പോൾ കേരളം പുരോഗതിയിൽ കയറിപ്പോയി എന്ന് പറയുമ്പോൾ നമ്മൾ ലജ്ജ തോന്നുന്നൊരു കാര്യമാണ്. പിന്നെ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോൾ ഇതിനൊരു മാറ്റം വരുത്തണമെന്ന് എന്റെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം തരാണ്. ഇതിനൊരു മാറ്റം വരുത്തണമെന്ന് ഒരു ഫോം ഫില്ലപ്പ് ഉണ്ടാവുമല്ലോ, പേര്, അച്ഛന്റെ പേര്, അടുത്തത് ജാതിയാണ്, അടുത്തത് മതം. ഈ കോളങ്ങൾ എടുത്തു കളയണമെന്നേ. ഈ കോളത്തിന്റെ ആവശ്യമില്ല. നേഷൻ മാത്രമല്ല, നേഷൻ ചോദിക്കാം, വില്ലേജ് ചോദിക്കാം, പഞ്ചായത്ത് ചോദിക്കാം. ഒരു ചെറിയ സംശയം, ആ കോളങ്ങളില്ലെങ്കിൽ സംവരണം നൽകേണ്ട മനുഷ്യർക്ക് എങ്ങനെയാണ് നമുക്ക് സംവരണം നൽകാൻ കഴിയുക? സംവരണം ആവശ്യമില്ലെന്നേ. സംവരണം എന്താണ് ആവശ്യമില്ലാത്തതിന് കാരണം? എന്റെ അഭിപ്രായമാണ്, ഞാൻ പറഞ്ഞ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അഭിപ്രായമാണ്. സംവരണത്തിന്റെ ഒരു ആവശ്യം. എന്റെ ഒരു ചെറിയ സംശയം, ശ്രീ ഗോകുമാർ, ഒരു ചെറിയ സംശയം. ഈ കേരളത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ജാതീയമായ വേർതിരിവുകൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങളൊന്നു തന്നെയാണ് കേരളം. അതിൽ സംശയമൊന്നുമില്ല. അവിടെയും ഇത്തരം വൃത്തികേടുകളൊക്കെ നടക്കുന്നുണ്ട്. അത് മറ്റൊരു കാര്യം. കേരളത്തിലെ ഇരിക്കുന്ന ഏതെങ്കിലും IAS ഓഫീസർമാരുടെ ഒരു പട്ടിക, അല്ലെങ്കിൽ കേരളത്തിലെ സെക്രട്ടേറിയറ്റിലെ ഗസറ്റഡ് ഓഫീസർമാരുടെ ഒരു പട്ടിക, ആ പട്ടിക എടുത്താൽ കേരളത്തിൽ ജനസംഖ്യാനുപാതികമായി കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഉള്ള ആളുകളുടെ പ്രാതിനിധ്യം ഇപ്പോഴുണ്ടോ? എവിടെയാണുള്ളത്? കേരളത്തിൽ പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഒരേ ഒരു സിവിൽ IAS ഓഫീസർ മാത്രമേ ഉള്ളൂ. ഒരേ ഒരാൾ മാത്രം. കേരളത്തിന്റെ ഈ 70 വർഷത്തെ ചരിത്രത്തിൽ ഒരേ ഒരാൾ മാത്രമാണ് പട്ടികവർഗത്തിൽ നിന്ന് IAS ഓഫീസർ സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ള ഒരേ ഒരാൾ. ആ കേരളത്തിന് എന്ത് തരത്തിലാണ് നിങ്ങൾ സംവരണം വേണ്ട എന്ന് പറഞ്ഞാൽ? സംവരണം കൂടി ഇല്ലെങ്കിൽ കാലാകാലങ്ങളായി അവരെല്ലാവരും ജീവിതത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ തന്നെ കിടക്കും. അധികാരമുള്ള ജാതി വിഭാഗങ്ങളെല്ലാം മേലെ തട്ടിലേക്ക് കയറി പോവുകയും ചെയ്യും. അത് നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. അതെങ്ങനെ തോന്നുന്നത്? എങ്ങനെയാണ് കണക്ക് നോക്കണ്ടേ? നമ്മള് കഷ്ടപ്പെട്ട് പഠിക്കാനും ബുദ്ധിമുട്ട്, കഷ്ടപ്പെട്ട് പഠിക്കാനും ജോലി കിട്ടാനും ഒക്കെ സഹായിക്കുന്നത് അതിന് ഒരു ഘടകം ജാതി കൂടിയാണെന്നുള്ള അറിയില്ലേ? ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ, താങ്കൾ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോയാൽ പോലും അവിടെ ഏതെങ്കിലും ഒരു പട്ടികജാതിക്കാരൻ വരികയും ഒരു മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരാൾ വരികയും ചെയ്താൽ അവരുടെ തൊലിയുടെ നിറം നോക്കി മറ്റുള്ളവരെ എടുക്കുന്ന അവസ്ഥ വരെ കേരളത്തിൽ ഇപ്പോഴും ഇല്ലേ? അതൊരു സംവരണം ഉണ്ടാവുക കാരണം കൊണ്ടാണ് അങ്ങനെ തൊലിയുടെ കളർ വരുന്നത്. ഇത് ഒന്നും ഇല്ലാണ്ടെങ്കിൽ മെറിറ്റ്. സംവരണമില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ കേരളത്തിലെ ഈ അവിടെ സാമ്പത്തികമായി സാമൂഹികമായി വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന്റെ പിൻതലമുറക്കാർക്ക് മുന്നോട്ട് വരാൻ കഴിയും? അതിനാണ് ഞാൻ പറഞ്ഞ മെറിറ്റ് എന്നുള്ളൊരു വാക്ക് പറഞ്ഞത്. അതാണ് മെറിറ്റ്. ഈ എങ്ങനെ ഉണ്ടായി ഈ മെറിറ്റ്? കുറച്ച് ആളുകൾക്ക് എങ്ങനെ ഉണ്ടായി കൂടുതൽ സമ്പത്ത്? ചില പ്രത്യേക ജാതികൾക്ക് കേരളത്തിൽ കൂടുതൽ സമ്പത്ത് എങ്ങനെ ഉണ്ടായി? അതാണ് പറയുന്നത്. പട്ടികജാതി കോളം അതിലുണ്ടായ കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് കൂടുതൽ വരുന്നത്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും താങ്കളുടെ അഭിപ്രായത്തിന് കേരളത്തിലെ സാമൂഹിക സ്ഥിതിവിവര കണക്കുകളുമായി ഒരു തരത്തിലും യോജിക്കുന്നതല്ല. കേരളത്തിൽ ജനസംഖ്യാനുപാതികമായി കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ഉന്നത ഉദ്യോഗസ്ഥ സ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയമായ സ്ഥാനങ്ങളിലോ ഒന്നും
ഒരു സ്ഥലത്തും ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഇന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. കേരളത്തിലാകെ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുണ്ടായ മന്ത്രിമാരുടെ എണ്ണം തന്നെ അറിയാം. 2 മന്ത്രിമാരാണ് ആകെ ഉണ്ടായിട്ടുള്ളത് ഈ കേരളത്തിൻ്റെ ഇത്രകാലമുള്ള ചരിത്രത്തിൽ. സംവരണം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് പേർ MLA മാരാവുന്നുണ്ട്, അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. ശ്രീ ബാലനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലൻ, താങ്കൾ എങ്ങനെയാണ് IM വിജയനെ പോലെ ഒരാൾ ഒരു കല്യാണ ചടങ്ങിൽ, അതായത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണ ചടങ്ങിലാണ്, അവിടെ ഷൂ ഇടണോ ചെരുപ്പിടണോ എന്തിടണോ തീരുമാനിക്കുന്നത് ഉള്ള പൂർണ്ണമായ അവകാശം IM വിജയനുണ്ട്. അവിടെ ചെരുപ്പിട്ടുകൊണ്ട് നിലവിളക്കിന് മുന്നിലൂടെ പോയെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ജാതീയമായി വരെ അധിക്ഷേപിക്കുന്ന ആളുകൾ, അതൊക്കെ കണ്ടിട്ടും കേസെടുക്കാതെ നിൽക്കുന്ന കേരള പോലീസും. കിരൺ ഭായ് നമസ്കാരം. നമസ്കാരം. ഇത് ഞാനത് ഒരു ജാതീയ ആക്ഷേപം എന്നതിനപ്പുറം ഇതൊരു തരം അസഹിഷ്ണുതയായിട്ടാണ് ഇത് കാണുന്നത്. ഇവിടെ ഒരു ഗതിയില്ലാതെ തെണ്ടി നടക്കുന്ന ഒരു പിന്നോക്ക സമുദായക്കാരനെ ആരും ജാതി വർദ്ധന ആശ്രയിക്കുന്നില്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു സെലിബ്രിറ്റി, അതിപ്പോ ഒരു പക്ഷേ ഒരു രാഷ്ട്രീയക്കാരനായിരിക്കാം, അതല്ലെങ്കിൽ നല്ലൊരു സർക്കാർ ജോലിയിൽ ഇപ്പൊ നമ്മുടെ താഴെ തട്ടിലെന്ന് പറഞ്ഞ ഒരു ക്ലർക്ക് തൊട്ട് ഒരു IAS IPS ആവുന്നവർ പോലും ഈ ജാതി ആക്ഷേപം ഒന്ന് നേരിട്ടിട്ട് ഇപ്പൊ നമ്മുടെ മാറിപ്പോയിട്ടുള്ള ചീഫ് സെക്രട്ടറി പോലും അങ്ങനെ അഭിപ്രായം പറയണ്ടായിരുന്നു. ഒരു വനിതാ ചീഫ് സെക്രട്ടറി ഇപ്പൊ അടുത്ത് മാറിപ്പോയല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ ഈ സംഭവം നടന്നു. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മേൽജാതി എന്നൊരു കാഴ്ചപ്പാട് അത് നമ്മുടെ സമൂഹത്തിലെ കാഴ്ചപ്പാടെന്നാണ് മരുതി എല്ലാ ഇടതിലും വലതിലും നടുവിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു പിന്നോക്ക സമുദായക്കാരൻ അല്ലെങ്കിൽ ഒരു ഉയർന്ന പോസ്റ്റിൽ വരുമ്പോൾ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ പോലും അതൊരു അസഹിഷ്ണുത കൂടി കാണുന്നു. അപ്പൊ IM വിജയ ഒരു കറുത്ത ഒരാൾ കൂളിംഗ് വെച്ച് നിൽക്കാൻ പാടില്ലോ, ചെയ്യാൻ പാടില്ലല്ലോ, അത് മേൽജാതിക്കാർക്ക് അവകാശപ്പെട്ടല്ലേ. ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇഷ്ടം പോലെ. ഞാൻ കിടന്ന് എന്റെ നാട്ടിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു പച്ചല പറഞ്ഞുതരാം. ഒരു നായര് ചെക്കൻ ഒരു 70 പെൺകുട്ടീനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. ഞാൻ കല്യാണത്തിന് പങ്കെടുത്ത ആളാണ്. അപ്പോ അത് എന്ത് പറ്റിയാൽ റിസപ്ഷനിൽ ചെന്നപ്പോഴാണ് ഈ നായന്മാരിൽപ്പെട്ട കുറച്ച് സ്ത്രീകൾ ചെന്നപ്പോൾ പറഞ്ഞത് റിസപ്ഷനാണ്, മണ്ഡപത്തിൽ വെച്ചിട്ട്, വീട്ടിലും കൂടി അല്ല. അതൊരു 70 പെൺകുട്ടി അതിന്റെ പേരിൽ ആ ഫംഗ്ഷനൊന്നും ഭക്ഷണം കഴിക്കാതെ പോകുന്നു. എന്റെ അയൽവാസികൾ 2-3 സ്ത്രീകൾ ചെയ്ത് പണിയായി പറഞ്ഞു. അപ്പൊ ഇത് ഈ കാഴ്ചപ്പാടാണ് നമ്മൾ മാറേണ്ടത്. ഈ കാഴ്ചപ്പാട് മാറേണ്ടത് രാഷ്ട്രീയക്കാർ തീരുമാനിച്ചാൽ മതി. നമ്മൾ ജാതിയില്ല മതമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഈ മേൽജാതിക്കാർ എപ്പോഴും ഈ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരു ഉയർന്ന പൊസിഷനിൽ വരുമ്പോൾ അവരെ ഒരു കുറ്റത്തോടുകൂടി കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അതിന് മാറ്റം ഇപ്പോഴും വന്നിട്ടില്ല. ആ മാറ്റം മാറണമെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ആ പാർട്ടിയിൽ നിൽക്കുന്നവരെ ഒന്ന് ബോധവൽക്കരിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, അഭിപ്രായം അക്കാര്യത്തിൽ വ്യക്തമാണ്. നമുക്ക് വളരെ വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. യൂട്യൂബിലും ഈ വിഷയത്തിൽ നിരവധി കമൻറ്റുകളുണ്ട്. പേരിൻ്റെ കൂടെ ജാതിപ്പേരും ചേർത്ത് നടക്കുന്നവരാണ് കേരളത്തിൽ കൂടുതലും. എന്നിട്ട് പറയും ഇവിടെ ജാതിയും മതവും നിറവും ഒന്നും വ്യത്യാസമില്ല എന്ന് പറഞ്ഞു നടക്കുന്നത്. ചില സ്ഥാനത്ത് ജാതി വ്യവസ്ഥ ഇപ്പോഴുമുണ്ട് എന്ന് സന്തോഷ് പരിപ്പായി പറയുന്നു. മറ്റ് ചിലരുടെ അഭിപ്രായങ്ങൾ കൂടിയുണ്ട്. എന്നിട്ടെന്ത് ചാത്തന്നൂരിൽ നിങ്ങളുടെ നേതാക്കൾ MN ഗോവിന്ദൻ നായർ, PK വാസുദേവൻ നായർ എന്നിവർ എത്രയെത്ര നായർ പിള്ളമാർ ആരും വാല് വേണ്ടെന്ന് വെച്ചില്ല എന്നുള്ളത് ശ്രീ ശശിധരൻ പിള്ളയാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരാളുടെ പേരിൻ്റെ അറ്റത്ത് ജാതിവാലുണ്ട് എന്ന് കരുതി അവരെല്ലാവരും ജാതി ചിന്ത പേറുന്നവരാണ് എന്ന് ഒരിക്കലും കരുതാൻ കഴിയില്ല. കാരണം കേരളത്തിന് തന്നെ എത്രയേറെ ഈ നവോത്ഥാന ജാതിവാൽ കളഞ്ഞ ആളുകളുണ്ട്. മന്നത്ത് പത്മനാഭൻ അങ്ങനെ ജാതിവാൽ കളഞ്ഞ ആളുകളാണ്. ജാതിയുടെ വാൽ അച്ഛനും അമ്മയും ഇട്ട പേരായതുകൊണ്ട് ആ പേര് ചിലപ്പോൾ വൈകാരികമായി പലർക്കും മാറ്റാൻ പ്രയാസം കാണും. EMS നമ്പൂതിരിപ്പാടും ഒക്കെ ജീവിച്ചിരുന്ന നാടാണ്. ജാതി വ്യവസ്ഥയ്ക്കെതിരെ അതിശക്തമായി പോരാടിയവരിൽ ജാതി എന്ന് പറയുന്നത് ഒരാൾ ഇന്ന ജാതിയിൽ ജനിച്ചു പോയതുകൊണ്ട് അയാൾ സവർണ ജാതിബോധമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജാതിബോധമോ പേറുന്നു എന്നുള്ളതല്ല അർത്ഥം. അത് ചിലരുടെ ഉള്ളിൽ അതിന് ഏത് ജാതിയിലായാലും അവരുടെ ഉള്ളിൽ അവരെക്കാൾ താഴ്ന്നതെന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത്തരം ജാതിബോധങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാതെ പേര് വെച്ചതുകൊണ്ട് മാത്രം അങ്ങനെ അവരുടെ പേര് മാറ്റിയതുകൊണ്ട് മാത്രം അതാവുന്നില്ല. പേര് മാറ്റലും ഒരു വിപ്ലവമാണ്, അത് ശരി തന്നെയാണ്. പക്ഷേ പേരുണ്ട് എന്ന് കരുതി അവരെല്ലാം ജാതിബോധം പേറുന്നവരാണ് എന്ന് കരുതരുത്. അങ്ങനെ അല്ലാത്ത എത്രയെങ്കിലും ഉദാഹരണങ്ങൾ മലയാള സാഹിത്യത്തിലും മലയാള രാഷ്ട്രീയത്തിലും ഒക്കെ നമുക്ക് ഉയർത്തിക്കാട്ടാനുണ്ട്. 1.5 വയസ്സുള്ള ഒരു കുട്ടി അനാസ്ഥ മൂലം മരിച്ചു, അതാവും ഇന്നത്തെ ചർച്ചയെന്ന് കരുതി നമ്മൾ വാർത്തയൊക്കെ വലുതായി കൊടുത്തതാണ്. ഒരു കുട്ടി മരിച്ചത് അങ്ങനെയല്ല. ഈ ഒരു വിഷയം പ്രധാനപ്പെട്ട കേരളത്തിലൊരു വിഷയം തന്നെയാണ്. കേരളത്തിൽ ഇപ്പോഴും നവോത്ഥാനമൊക്കെ പറയുമ്പോഴും ജാതി എത്രത്തോളം വൃത്തികെട്ട രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത്. മഹി, നിങ്ങളുടെ നേതാക്കന്മാർ എത്ര പേർക്ക് വാലുണ്ട് എല്ലാവരും എന്നിട്ട് ഉപേക്ഷിക്കാൻ തയ്യാറായില്ലെന്ന് ചോദിക്കുന്നത്. നേരത്തെ ഞാൻ മറുപടി, എതിരാളികളോട് മാന്യമായി വിമർശിക്കണം. ജേർണലിസ്റ്റ് കിരൺ, ഇന്നലെ ഡേവിഡ് വിജയ് മോശമായി റഷീദ് കൊയിലാണ്ടി വിമർശിച്ചപ്പോൾ കിരൺ ആസ്വദിച്ചിരുന്നു. ഹിപ്പോക്രസി എന്ന് പറയുന്നത് എന്താണ്? അവരാരും റഷീദ് കൊയിലാണ്ടി ആയാലും ഡേവിഡ് വിജയ് ആയാലും ഒക്കെ മാന്യമായി സംസാരിക്കുന്ന ആളുകളാണ്, അല്ലാതെ അവരാരും മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്ന ആളുകളല്ല. ഗോമാതാജിയുടെ പേരെങ്കിലും ഒന്ന് പറയൂ വല്ലപ്പോഴും. എന്തിനാണ് ഇത്ര ഭയത്തോടു കൂടി നിൽക്കുന്നത്? മറ്റൊരു ചില നമസ്കാരങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, മുന്നോട്ട് കാലം കടന്നുപോയിടാതെ മുമ്പേ സ്മൃതികളാൽ കോട്ട കെട്ടി വമ്പാർന്ന ആചാരമത്രേ
രാഖി രാമാനം വാണരളിയിടുന്ന നാട്ടിൽ ജാതി ഇപ്പോഴും വാഴുന്നു എന്ന് കെ കൃഷ്ണൻകുട്ടി പറയുന്നു. IM വിജയൻ്റെ മകൻ്റെ കല്യാണത്തിന് ജാതി അധിക്ഷേപം നേരിട്ട എനിക്ക് തോന്നിയിട്ടില്ല. ചില കുത്തിത്തിരിപ്പുകാർ ഉണ്ടാക്കിയ വാർത്തയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക. അതാണ് പോലീസ് കേസെടുക്കാത്തതെന്ന് ബാബുരാജൻ പറയുന്നു. ശ്രീ ബാബുരാജൻ, താങ്കൾ ഇത് ജസ്റ്റ് യൂട്യൂബിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലോ ഒക്കെ ഒന്ന് അടിച്ചു നോക്കുക. ആ കല്യാണവുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ താഴെ 100 കണക്കിന് കമൻറ്റുകൾ, എത്രയോ 2000 മേൽ കമൻറ്റുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് ഒരു നിശ്ചിത ശതമാനം കമൻറ്റുകളെങ്കിലും കടുത്ത രീതിയിൽ ജാതീയമായ അപമാനം, അത് IM വിജയന് നേരെ, വിനായകന് നേരെ ഒക്കെ ജാതീയമായ അധിക്ഷേപങ്ങൾ, അങ്ങനെ നിരന്തരം എഴുതുന്ന അത്രയെങ്കിലും കമൻറ്റുകൾ ഉണ്ട്. ഈ കമൻറ്റുകളൊക്കെ വന്നിട്ടും കേരള പോലീസ് ഇത് IM വിജയനെ പോലെ ഒരു മനുഷ്യനെ ഈ തരത്തിൽ അവമാനിക്കുന്ന കണ്ടിട്ട് മനസ്സിലായില്ല, തിരിച്ചറിഞ്ഞില്ല, അതിനകത്ത് അവർക്കൊരു പരാതി തോന്നിയില്ല, കേസെടുക്കാൻ തോന്നിയില്ല എങ്കിൽ അവിടെ എവിടെ ഒരു കുഴപ്പമുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ താങ്കൾ കണ്ടോ കണ്ടില്ലയോ എന്നുള്ളതല്ല വിഷയം. എനിക്ക് കെ കൃഷ്ണൻകുട്ടി പഴയ കവിതകളൊക്കെ എഴുതിയിരിക്കുക. എത്ര പെരുമാക്കന്മാർ ശങ്കരാചാര്യന്മാർ, എത്രയോ തുഞ്ചന്മാർ കുഞ്ചന്മാരും ക്രൂരമാം ജാതിയാൽ നൂന മനസ്സിലിപ്പോയി കേരള മാതാവേ നിൻ വയറ്റിൽ എന്നുള്ളതൊക്കെ അദ്ദേഹം എഴുതിയിരിക്കുന്നു. പഴയ കവിതകളൊക്കെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇത്രയും കാലം ഇടതനും വലതനും കൂടി കേരളം ഭരിച്ചിട്ട് ഇപ്പോഴും ജാതി ചിന്തയോ എന്ന് ചോദിക്കുന്നു. ഇടതനും വലതനും ഭരിച്ചത് കൊണ്ട് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ജാതി ചിന്തയിൽ ഏറ്റവും കുറവാണെന്നതിൽ യാതൊരു സംശയവും ഇല്ല. കേരളത്തിൽ അങ്ങനെ ജാതിയുടെ പേരിൽ പരസ്യമായി ഒരാളെ അപമാനിക്കാൻ, ഇപ്പം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് തന്നെ, കേരളത്തിൽ അങ്ങനെ ചർച്ച ചെയ്യുന്നത് തന്നെ കേരളത്തിൽ അത്തരമൊരു ചിലർ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള ബോധം കേരളത്തിനുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് അങ്ങനെ ഒരു ചർച്ചയിലേക്ക് തന്നെ ഇത് പോവില്ല. ഒരേ ആളുകൾ എഴുതിയിരിക്കുന്ന കമൻറ്റുകളാണ് വായിക്കാതെ വിടുന്നത്. IM വിജയൻ ചെരുപ്പിട്ട് നിലവിളക്കിന് മുന്നിലൂടെ പോയെന്നും പറഞ്ഞ് IM വിജയൻ്റെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കേണ്ട ആവശ്യമില്ല. IM വിജയൻ്റെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച എല്ലാവർക്കും എതിരെ കേസെടുക്കുക എന്ന് മുഹമ്മദ് ആരിഫ് പറയുന്നു. കോലായ മലയാളം, ജാതിയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന രാഷ്ട്രീയമാണ് നമ്മെ ഭരിക്കുന്നത്. അതുകൊണ്ട് അവരോടൊപ്പം നിൽക്കുന്നവർ ഇക്കാര്യത്തിൽ കണ്ണടയ്ക്കും. വ്യക്തമായ രാഷ്ട്രീയ നിലപാട് ഇപ്പോൾ കേരളത്തിൽ രൂപപ്പെടേണ്ടതുണ്ടെന്ന് പറയുന്നു. ശ്രീനിവാസൻ സിനിമയിൽ പറഞ്ഞത് ഓർമ്മയില്ല സുനിലെ, പോളണ്ടിനെ പറ്റി ഒരു ലക്ഷം മിണ്ടരുത്. അതെന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല. വിളക്ക് വേണ്ടാത്തവർ അത് ഉപയോഗിക്കാതിരിക്കുക, എന്തിനീ പ്രഹസനമെന്ന് ചോദിക്കുന്നു. വിളക്ക് വേണോ വേണ്ടയോ എന്നൊക്കെ അവരല്ലേ തീരുമാനിക്കുന്നത്. വിളക്ക് കത്തിക്കണോ കത്തിക്കണ്ടായോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അത് ആരുടെയെങ്കിലും കുത്തകയൊന്നുമല്ല വിളക്ക്. അങ്ങനെ ആർക്കും കുത്തകയായി ഒരു വിളക്കും ആരും നൽകിയിട്ടുമില്ല എന്നതുകൂടി ശ്രീ സുനിൽകുമാർ ഓർക്കുക. പഠിച്ചു കഴിവുള്ളവൻ അധികാരത്തിൽ വരും. അല്ലാതെ 8ാം ക്ലാസ്സുകാരനെ സംവരണം പറഞ്ഞ് കളക്ടറാക്കിയാൽ എങ്ങനെയിരിക്കും? ഒരു കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ല. 8ാം ക്ലാസ്സുകാരനെ കളക്ടറാക്കിയാൽ ഏതെങ്കിലും തരത്തിൽ സംവരണത്തിന് പേരിൽ ഒരാളെ കളക്ടറാക്കിക്കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഈ അധികാരത്തിലിരിക്കുന്ന ആളുകളുടെയൊക്കെ കണക്കെടുത്താൽ വലിയ അഴിമതിക്കാരായ ആളുകളൊക്കെയും വലിയ രീതിയിൽ സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ മുന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. വൻപൻ അഴിമതിയൊക്കെ ഇന്ത്യയിൽ കാണിച്ചിട്ടുള്ള പ്രധാന നേതാക്കളായാലും ഉദ്യോഗസ്ഥരായാലും ഒക്കെ. അതിനൊന്നും യാതൊരു സംശയമില്ല. ചിലർക്ക് അങ്ങനെയൊക്കെ ചില പ്രത്യേക ജാതിക്കാരൊക്കെ കളക്ടറൊക്കെ ആവുമെന്ന് കേട്ടാൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എന്തായാലും അങ്ങനെയുള്ള ആളുകളാണ് ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നത്. നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നിലവിളക്കിന് മുന്നിലൂടെ ചെരുപ്പിട്ടുകൊണ്ട് IM വിജയൻ എന്ന ഇതിഹാസ ഫുട്ബോളർ പോയി. അതിൻ്റെ പേരിൽ IM വിജയനെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ജാതീയമായി അദ്ദേഹത്തിൻ്റെ നിറത്തിൻ്റെ പേരിൽ, അദ്ദേഹം ജനിച്ച കോലോത്തുംപാടത്തെ കോളനിയുടെ പേരിലൊക്കെ നികൃഷ്ടമായ രീതിയിൽ അപമാനിക്കുന്ന മലയാളികൾ, ആ മലയാളികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടും കേസെടുക്കാതെ നിൽക്കുന്ന പോലീസ്. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കിഷോറാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ കിഷോർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. തീർച്ചയായിട്ടും കേരളത്തിൽ ജാതിയുണ്ട്. അതുതന്നെയാണ് IM വിജയൻ നേരിട്ടിട്ടുള്ള ഈ വലിയ സങ്കടകരമായ സാഹചര്യം. കേരളത്തിൽ നമ്മൾ പറയുന്ന നവോത്ഥാനവും മതേതരത്വവും ഒക്കെ അതെല്ലാം ഒരു കപടതയാണ്. കാരണം അത് നമ്മൾ കേരളത്തിന്റെ ഏത് മണ്ഡലം എടുത്ത് പരിശോധിച്ചാലും അവിടെയെല്ലാം തന്നെ ജാതി ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതിനകത്ത് രാഷ്ട്രീയക്കാരോ പോലീസുകാരോ ഒക്കെ വലിയ ഇടപെടലുകൾ നടത്തുന്നതായിട്ട് നമുക്ക് കഴിഞ്ഞ നാളുകളിൽ കാണാനും കഴിയുന്നില്ല. അപ്പൊ ഇതിന് വ്യത്യാസം ഉണ്ടാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ അല്ലെങ്കിൽ വീടുകളിൽ നമ്മുടെ മക്കളെ നമ്മളിത് പറഞ്ഞ് എല്ലാവരും മനുഷ്യരാണെന്നും എല്ലാവരും തുല്യരാണെന്നുള്ളൊരു ബോധ്യം സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ ഉയർത്തിക്കൊണ്ട് വരേണ്ടതായിട്ടുണ്ട്. അതിന് ഇത്തരം ചർച്ചകളൊക്കെ വലിയ കാരണമായി തീരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ ഒരു വിളക്കിന് മുന്നിൽ കൂടെ ഒരു മനുഷ്യൻ കടന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇത്തരത്തിലൊരു വലിയ ചർച്ച നടക്കുന്നത്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ചൊരു ഈശ്വര ചൈതന്യമാണ്. അപ്പൊ ഈശ്വര വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഈശ്വരനെ അപമാനിച്ചു എന്ന് വേണമെങ്കിൽ ഈ വിഷയത്തിൽ പറയാം. പക്ഷെ IM വിജയന്റെ നിറവും IM വിജയന്റെ ജാതിയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ഒരു മഹത്തായ ഫുട്ബോളറും കേരളത്തിലെ പ്രധാനപ്പെട്ട ഓഫീസറും ഒക്കെ ആയിട്ടുള്ള ഈ വിളക്കിന് മുന്നിലൂടെ കവച്ചു പോയെന്നൊക്കെ പറഞ്ഞാൽ
ഈ അമ്പലത്തിലൊക്കെ പൂജാരിമാർ നിരത്തി അടുക്കി വെച്ചേക്കുന്ന വിളക്കിന്റെ മുകളിൽ കൂടെ അല്ലേ കവച്ചു വെച്ച് പോകുന്നത്. അവർ പോകുമ്പോൾ ഇല്ലാത്ത വികാരം എന്തിനാണ് IM വിജയൻ പോകുമ്പോൾ മാത്രം ഈശ്വര വിശ്വാസികൾക്ക് ഉണ്ടാവുന്നത്? അതെന്തൊരു തരം വിശ്വാസമാണ്? തീർച്ചയായിട്ടും അല്ല, ഞാൻ പറഞ്ഞു വിവാദം ഉണ്ടാക്കേണ്ട ആളുകൾക്ക് ഉണ്ടാക്കണമെങ്കിൽ അല്ല ഉണ്ടാക്കട്ടെ. എനിക്കത് സംശയം ചോദിച്ചതാണ്. നമ്മളൊക്കെ ഉത്സവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ അമ്പലത്തിന്റെ വിളക്കിന്റെ മുകളിൽ കൂടെയും സൈഡിൽ കൂടെയും എല്ലാം കയറിയാണ് ഈ പൂജാരിമാരൊക്കെ പോകുന്നത്. അവരൊന്നും പോകുമ്പോൾ ആർക്കും ഒരു വിശ്വാസക്കുറവില്ല. ഈ IM വിജയൻ പോകുമ്പോൾ കാല് മുകളിൽ കൂടെ കവച്ചു വെച്ച് പോയാൽ മാത്രം എന്താണ് ഇത് ഉണ്ടാവുന്നത്? അതെ IM വിജയനെ പോലൊരു മനുഷ്യനെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് IM വിജയനാണെങ്കിലും ഒരു സാധാരണ വിജയനാണെങ്കിലും ഒരു കാരണവശാലും ഇത്തരത്തിൽ അപമാനിക്കപ്പെടാനും അവഹേളിക്കപ്പെടാനും കേരളം അനുവദിച്ചുകൂടാ. അതിൽ കേരളത്തിന്റെ പ്രധാനപ്പെട്ട സാംസ്കാരിക രംഗത്തുള്ള ആളുകളുടെയൊക്കെ ശബ്ദം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ന്യൂസ് 18 ഇങ്ങനെ ഒരു ചർച്ച വെച്ചത് തന്നെ വലിയ ഗൗരവമായിട്ടാണ് ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യ സ്നേഹികൾ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇനിഷ്യേറ്റീവിനെ ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. ഇപ്പൊ ജാതിക്കെതിരെ പോരാടുന്ന ആളുകൾ എത്രമാത്രം എനർജി ചെലവാക്കുന്നുണ്ടെന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ഈ ചർച്ച. കാരണം താങ്കളോട് ചില ആളുകൾ സംവരണത്തിനെതിരായിട്ട് പറയുമ്പോൾ താങ്കളുടെ ഈ ഷോയിൽ തന്നെ എത്രമാത്രം എനർജി അതിനെതിരായിട്ട് പറയേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതും നമ്മൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ വീടുകളിലും നമ്മുടെ ചില വ്യക്തി ജീവിതങ്ങളിലുള്ള ഈ ഒരു മനോഭാവത്തെയാണ് നമ്മൾ എടുത്തു കളയേണ്ടത്. അത് കേവലം പേരിന്റെ കൂടെയുള്ള വാലോ അല്ലെങ്കിൽ ജാതിപരമായി ഉയർന്ന ആളാണെന്നുള്ള ബോധ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ സ്റ്റാറ്റസോ നിറവോ അങ്ങനെയുള്ള ഒരു പ്രിവിലേജും അല്ല ഇതിനെ നിർണ്ണയിക്കേണ്ടത്. അത് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളിൽ, നമ്മൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ, നമ്മുടെ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ഒരു മാനുഷികപരമായിട്ടുള്ള വികാസം ഉണ്ടാകുന്ന തരത്തിലുള്ള ചർച്ചകളും പ്രായോഗിക പരിശീലന പരിപാടികളും ഒക്കെയാണ് രൂപപ്പെട്ടു വരേണ്ടത്. അങ്ങനെ ഒരു നല്ല സമൂഹത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അയ്യൻകാളിയുടെ കാലത്തെയും അംബേദ്കറിന്റെ കാലത്തെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഇതിനെതിരെ ഒരു പോരാട്ടം ഉണ്ടാകില്ല. ഇപ്പോഴും നമ്മൾ പറയും നവോത്ഥാന കേരളം, സാംസ്കാരിക കേരളം എന്നൊക്കെ പറയും. പക്ഷെങ്കിൽ ഇതെല്ലാം കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു കപടതയുടെ ഒരു നമ്പർ 1 സ്റ്റാറ്റസ് ആയിട്ട് മാത്രം ഈ വാചകങ്ങൾ നമുക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുന്നു. അതിന്റെ യഥാർത്ഥ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എല്ലാ മനുഷ്യരും ഒരു 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 തട്ടിന് താഴെ നിൽക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള വിഭാഗങ്ങളെല്ലാം വളരെ മോശമായിട്ട് കാണണമെന്ന് എവിടെയൊക്കെയോ നമ്മളെ ചിന്തകൾ രൂപപ്പെടുന്നുണ്ട്. അത് സവർണജാതിയിൽ മാത്രമല്ല, ഉപജാതി ചിന്തകളുള്ള ഈ നമ്മൾ പറയുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ ഈ ചിന്തയുണ്ട്. അവിടെ ഇത് ശ്രീ കിഷോർ പ്രധാനം തന്നെയാണ്. സവർണ ജാതി എന്ന് കരുതപ്പെടുന്ന ജാതി വിഭാഗങ്ങൾക്കിടയിൽ മാത്രമല്ല ഈ ജാതി വിവേചനവും ഒക്കെ ഉള്ളത്. അത് പിന്നാക്ക ജാതി വിഭാഗം എന്ന് കരുതുന്നവരും അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗം എന്ന് കരുതുന്ന വിവിധ ജാതികൾക്കിടയിലും ഒക്കെ ഈ പരസ്പരമുള്ള കടുത്ത ജാതി വിവേചനങ്ങളും പരസ്പരം വിവാഹം കഴിക്കാതിരിക്കലും അല്ലെങ്കിൽ തീണ്ടലും തൊടിയിലും ഒക്കെ ഇപ്പോഴില്ലെങ്കിലും അത്തരം ആചാരങ്ങളൊക്കെ മുമ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ജാതി എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവരെക്കാൾ താഴ്ന്നവരായി മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും താഴ്ന്നവരെന്ന് കരുതപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ ഇനി അവർക്ക് താഴെ ആരെയും കാണിക്കാനില്ല എന്ന് പറഞ്ഞത്. പലർക്കും ഇത്തരം ജാതി വിവേചനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ശ്രീ ആൻഡോയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ആൻഡോ, താങ്കൾ എങ്ങനെയാണ് ഈ IM വിജയനെ പോലെ ഒരാൾ ഒരു വിളക്കിന് മുന്നിൽ ചെരുപ്പിട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ജാതീയമായും അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തെ അടക്കം അദ്ദേഹത്തിൻ്റെ നിറത്തെ അടക്കം ഈ തരത്തിൽ അവമാനിക്കുന്നത് കേരളത്തിന് ഈ ഒരു നവോത്ഥാന കേരളത്തിൽ നടക്കുന്നത്? ശ്രീ ആൻഡോ പറയൂ. നമസ്കാരം. എനിക്ക് നമ്മുടെ IM വിജയനെ കുറിച്ചിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ അഭിപ്രായം പറയുന്നവർക്കൊക്കെ വന്നിട്ടൊന്ന് തൃശ്ശൂർ വന്ന് അതിൻ്റെതായ എല്ലാ കാര്യങ്ങൾക്കും ഏത് പരിപാടിക്കും അമ്പലത്തിലായാലും പള്ളിയിലായാലും പെരുന്നാൾക്കായാലും എന്തിനും ആള് ഇടപെട്ട് നടക്കുന്ന ഒരാളാണ്. അതെ. ഈ പറയുന്ന ആൾക്കാർക്ക് ഈ ജാതിപര്യന്മാരൊക്കെ നമുക്ക് ഒറ്റ വാക്കിലെ എല്ലാവരുടെയും ഈ ഒരു പട്ടികയില് ഉൾപ്പെടുത്തുന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം. അനുമോളാണ് കടുത്തുരുത്തിൽ നിന്നാണ്. ശ്രീ അനുമോൾ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? എനിക്ക് ഈ കാര്യത്തിൽ ഒരു ഒറ്റ കാര്യം ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഈ ലോകത്ത് മനുഷ്യജാതി എന്ന് പറഞ്ഞൊരു ഒറ്റ ജാതിയുണ്ട്. അതില് 2 ജാതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ആണും പെണ്ണും. അല്ലാണ്ട് ഒരു ജാതിയോ മതോ അങ്ങനെയൊന്നും ഇല്ല സാർ. കാരണം നമുക്ക് ജീവിക്കാൻ മനുഷ്യൻ ഒരാപത്ത് വരുമ്പോ തന്നെ ഈ ജാതിയോ മതോ ഒന്നും ആരും കാണുന്നില്ലല്ലോ. ഉണ്ടോ? ഇപ്പൊ IM വിജയനെ പോലത്തെ ഒരു വ്യക്തിയെ ഇങ്ങനെ കോളനി വാണെന്നൊക്കെ വിശേഷിപ്പിച്ച ആ പറഞ്ഞവരുടെ മനസ്സിലാണ് ശരിക്കും പറഞ്ഞ എന്നാ പറയണേ, അവരുടെ സംസ്കാരം, അവർ ഉയർന്ന ജാതിക്കാരാണ് പറയുന്നത്. അത് അവരെന്ത് അർത്ഥമാക്കണം എന്നൊന്നും കൂടി പറഞ്ഞ് മനസ്സിലാക്കി തന്നെ.
പിന്നെ ഉയർന്ന ജാതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു മനുഷ്യൻ അവരുടെ സ്വഭാവം രൂപീകരണം നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെയും സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ടത് അവരുടെ പെരുമാറ്റത്തിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും അല്ലേ? അതിന് പകരം ഇവരിങ്ങനെ ജാതിയും മതവും വർഗീയതയും പറഞ്ഞ് പഠിപ്പിച്ച് ഇവരുടെ സമൂഹത്തെ ഇവർ വളർത്തിയെടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ കേരളത്തിന് ഒരു നേട്ടവും ഇല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് ഞാനൊരു കാര്യം പറയാം. ആദ്യമായിട്ട് ഗോപകുമാർ ചെർപ്പുളശ്ശേരി എന്ന് പറഞ്ഞൊരു സാർ ആദ്യം ചേട്ടൻ വിളിച്ചല്ലോ. പുള്ളി പറഞ്ഞല്ലോ ഇവിടെ സംഭരണം വേണ്ടെന്ന് തീരുമാനിക്കാൻ അദ്ദേഹത്തിന് അധികാരമില്ല. കാരണം ഞാൻ ഈ സംഭരണം മേടിച്ച് ഞങ്ങൾ പഠിച്ചു വളർന്ന് ഒരു ചെറിയ ജോലിയൊക്കെ കിട്ടി ഞങ്ങൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിലെ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ സംഭരണം വേണോ വേണ്ട, അത് ഈ താഴെ തട്ടിലുള്ള ഈ പാവപ്പെട്ട ജനങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് സമ്പത്തുണ്ട്, വീടില്ല, വാടകയ്ക്ക് താമസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഈ ഇവർ ഈ ഉദ്ദേശിക്കുന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ ഇനിയും അവര് പറമ്പിൽ ഇറങ്ങി പണിയെടുക്കണോ? അതോ അടിമത്തം അനുഭവിക്കണോ? ഇവരൊക്കെ എന്താ ഉദ്ദേശിക്കണേന്നൊന്ന് പറഞ്ഞു തരുവാനും നല്ലതായിരുന്നു. പിന്നെ ഈ വർഗീയ കോമരങ്ങളോട് എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ. ഒരു മനുഷ്യ ഒരു ആപത്ത് വരുമ്പോഴത്തേനും ഈ ജാതി മതമൊന്നും ആരും പറഞ്ഞു കാണുന്നില്ലല്ലോ, ഉണ്ടോ? അപ്പൊ സംസ്കാരം മറ്റു കാര്യങ്ങളും പഠിച്ചെടുക്കണം. നമ്മൾ കുടുംബത്തിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കണം. എന്നിട്ട് ഇവർ വർഗീയതയും വലിയ ഉയർന്ന ജാതിക്കാരാണ്, ബ്രാഹ്മണരാണ് അങ്ങനെ പറയണത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ വേടൻ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ പാട്ട് പറഞ്ഞ പുള്ളീനോടും IM വിജയനോടും മറ്റേ കലാഭവൻ മണിയോടാണെങ്കിലും വിനായകനോടൊക്കെ ആണെങ്കിലും എങ്ങനെയെങ്കിലും താഴ്ത്തി കെട്ടാൻ തന്നെയാണ് നോക്കുന്നത് അല്ലേ? അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ഇത് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ സമുദായത്തിൽ അല്ല സാധാരണ അതായത് താഴെ തട്ടിലുള്ള പിള്ളേര് പഠിച്ച് ഉയർന്നു വരരുത്. നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും എങ്ങനെയൊക്കെ താഴ്ത്തി കെട്ടാവോ അതെല്ലാം ചെയ്യുന്നുണ്ട്. സത്യത്തിൽ എന്റെ ജീവിതത്തിൽ ഞങ്ങളൊക്കെ പഠിച്ച അനുഭവം ഞാൻ പറയട്ടെ. ഞങ്ങൾ റെന്റിന് താമസിക്കുന്ന ആൾക്കാരാണ്. നമ്മളൊരു വീട് വാടകയ്ക്ക് എടുക്കാൻ ചെല്ലുമ്പോൾ ആദ്യം ഇവർ നോക്കും നമ്മളെ നിറം എന്താ, പിന്നെ സാമ്പത്തികം അവർക്ക് പ്രശ്നമില്ല, ജാതി ഏതാ. ഇപ്പൊ നമ്മൾ താഴ്ന്ന ജാതി എന്നാണ്. അപ്പൊ എല്ലാ ഫർണിച്ചറും എല്ലാം കഴിഞ്ഞൊരു വീടാണെങ്കിൽ അവർ പറയും പിന്നെ വീടിന് പണിയുണ്ട് കൊടുക്കരുത്. പിന്നെ ഈ കേരളത്തിൽ ജാതിയില്ലെന്ന് ആരോട് പറയണേ? ജാതിയുണ്ട്, വർഗീയതയുണ്ട്, നിറത്തിന്റെ പേരുള്ള അധിക്ഷേപങ്ങളും എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർ പുറത്തു വന്ന് പറയാനൊരു പ്ലാറ്റ്ഫോം ഇല്ല. ശരിക്കും പറഞ്ഞു ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങളെ പോലെയുള്ള ചാനലുകാർ ഇങ്ങനെ ഒരു വിഷയം എടുത്തുകൊണ്ടാണല്ലോ അപ്പൊ ഞങ്ങൾക്കൊന്ന് വിളിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് പിന്നെ IM വിജയനെ ഇവര് കോളനി വാണെന്നൊന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിന് വേണ്ടി സംഭാവന ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും വിവരമുള്ള ആൾക്കാരും വിസ്മരിക്കില്ല. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ശരി, അനുമോളുടെ അഭിപ്രായം വളരെ ശക്തമായ അഭിപ്രായം തന്നെയാണ്. അനുമോൾ കൃത്യമായി പറഞ്ഞത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സംവരണം ഏർപ്പെടുത്തിയത്? അത് ആരെങ്കിലും ഒരു വിഭാഗത്തിന് ഏതെങ്കിലും ഒരു ഔദാര്യം എന്ന നിലയ്ക്കല്ല. സംവരണം കൂടി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്നേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ തലമുറ പോലും മുന്നോട്ട് വരുന്നത്. അങ്ങനെ എത്രയോ തലമുറകൾ ആയി അനുഭവിക്കുന്ന ഒരു തലമുറകളായി മണ്ണിൽ പണിയെടുക്കുന്നവരെ ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുത്ത ഒരു വിഭാഗമാണ് മറുഭാഗത്ത് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ സംസാരിക്കുന്ന വേറെ നല്ല സാറ് വ്യക്തമായിട്ടൊരു മറുപടി സാറ് പറയുന്നതിന് വളരെ സന്തോഷമുണ്ട്. അഭിപ്രായത്തിന് വളരെ നന്ദി അനുമോൾ. ശ്രീ ഗൗതമാണ് കാസർഗോഡ് നിന്നും. ശ്രീ ഗൗതം, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? IM വിജയൻ മകന്റെ കല്യാണത്തിന് നിലവിളക്കിന് മുന്നിലൂടെ ചെരുപ്പിട്ട് പോയി, കാല് കവച്ച് വെച്ച് പോയി എന്നൊക്കെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ജാതിയുടെ പേരിലും ഒക്കെ അങ്ങ് വല്ലാതെ അപമാനിക്കുകയാണ്. ഇത്രയും ഇത് സമൂഹത്തില് ഇതുപോലത്തെ നാണം കെട്ട ഒരു പരിപാടി നടക്കുമ്പോൾ വലിയ നാണിച്ച് തല താക്കേണ്ടതാണ്. IM വിജയനെ പോലത്തെ ആളെല്ലാം ഇങ്ങനെ ജാതിയുടെ പേര് പറഞ്ഞ് ആക്ഷേപിക്കേണ്ട എന്താ ഇതുള്ളതാണ്? ശക്തമായി പ്രതിഷേധിക്കണമെന്നാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ നവോത്ഥാന കേരളം, പുരോഗമന കേരളം എന്നൊക്കെയാണ് കേരളത്തെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ ഈ പുറന്തോടിനുള്ളിൽ ഇപ്പോഴും കൊടിയ ജാതീയ വിഷങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്റെ അടുത്ത് ഒരു വീടുണ്ട്. ഞാൻ ആ മുറ്റത്ത് കയറുമ്പം ഞാൻ ഓർക്കുന്നത് ആ മുറ്റത്ത് പണ്ട് ഈ ദളിതർക്ക് കുഴി കുത്തി കഞ്ഞി കൊടുത്തിരുന്ന ഒരു പോയിന്റ് ഉണ്ട് അവിടെ പണി ചെയ്യുന്നവർക്ക്. ആ മുറ്റത്ത് ചെല്ലുമ്പോൾ ഞാൻ ആ കോർണറിലേക്ക് എന്റെ കണ്ണിപ്പോഴും പോകും. കാരണം ഇത് നേരിട്ട് അനുഭവിച്ചവരെ നേരിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ. അങ്ങനെയുള്ള തലമുറ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 10, 60, 70 വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അവരുടെയൊക്കെ അനുഭവങ്ങളിലെ കേരളമല്ല ഇപ്പൊ നമ്മൾ ഈ പുറന്തോട് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ജാതിയില്ലെന്നൊക്കെ പറയുന്നത്.
വലിയ വലിയ ആൾക്കാരായ IM വിജയനും അല്ലെങ്കിൽ മണിക്കുമൊക്കെ ഇതൊക്കെ അനുഭവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അല്ലാത്ത സാധാരണക്കാരും അവരിൽ താഴ്ന്ന ആൾക്കാരുമായിട്ട് അവർ ഇപ്പോഴും ജീവിക്കുന്നത് ഏതാണ്ട് ഒരു 30% ആൾക്കാരെങ്കിലും ഇപ്പോഴും ഈ ജാതി കോമരങ്ങളുടെ ഇരകളായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഈ പറയുന്ന സവർണവർഗത്തിലെ പല ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോഴും അതെല്ലാം കിടക്കുന്നുണ്ട്. അവര് വിചാരിക്കുന്നത് ഈ സംവരണം ഇതെല്ലാം വന്നതുകൊണ്ട് ഇവന്മാരൊക്കെ ഇങ്ങനെ നന്നായി പോകുന്നത് കാരണം നമ്മുടെ വീട്ടിലെ അടിമപ്പണിക്ക് ആളിനെ കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് അധികവും. അങ്ങനെയുള്ള നല്ലൊരു ശതമാനം ആൾക്കാരുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. പക്ഷേ ഇതുപോലൊരു വിഷയം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ വെളിയിൽ വരുന്നത്. വലിയ വലിയ ആൾക്കാർക്ക് ഇത് സംഭവിക്കുമ്പോൾ വാർത്തയായിട്ടും വരും, ചെറിയ ആൾക്കാർക്ക് സംഭവിക്കുമ്പോൾ വാർത്തയായിട്ട് വരില്ല. ദൈനംദിനം ആൾക്കാർ ഇത് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെയൊക്കെ ഒരു വെള്ളിവെളിച്ചം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഞാൻ കമന്റിനകത്ത് എഴുതിയായിരുന്നു, ഞങ്ങളുടെ വാർഡില് ഇത് സംവരണ സീറ്റ് അല്ലാതിരുന്നിട്ടും കൂടെ CPM ഇവിടെ നിർത്തി ജയിപ്പിച്ചത് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ജയിപ്പിച്ചത്. അങ്ങനെയുള്ള വിപ്ലവങ്ങൾ നടത്താൻ നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. എന്തായാലും ഈ വിഷയത്തിൽ പങ്കെടുത്ത ഒരാൾ പോലും അങ്ങനെ ജാതീയമായി IM വിജയൻ എന്ന മലയാളിയുടെ എക്കാലത്തെയും അഭിമാനമായ മനുഷ്യനെ അപമാനിച്ചതിനെ ന്യായീകരിച്ചില്ല എന്നത് വളരെ വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ്. പൊതുവേദി പ്രേക്ഷകർ എന്തായാലും ആ തരത്തിൽ ചിന്തിക്കുന്നില്ല എന്ന് കരുതുന്നത് തന്നെ വലിയ സന്തോഷമാണ്. പക്ഷേ പൊതുവേദി വിളിക്കുന്ന ആളുകൾ മാത്രമല്ല, അല്ലാത്ത ആളുകളൊക്കെ കൂടി ചേർന്നതാണ് ഈ സമൂഹമെന്ന് നമുക്കറിയാം. ആ സമൂഹത്തിൽ ഇപ്പോഴും ജാതിയുടെ കടുത്ത ഉച്ചനീചത്വങ്ങൾ ഉള്ളിൽ പേറുന്ന മനുഷ്യരുണ്ട്. ഇവർക്കൊക്കെ നിയമവും കർശനമായ വ്യവസ്ഥകളും ഒക്കെ ഉള്ളതുകൊണ്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം കൊണ്ടും അവരൊന്നും പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രമാണ്. അവർക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇത് പുറത്ത് കാണിക്കാൻ മടിക്കില്ല എന്നതുകൂടിയാണ് ഈ സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ വഴി വ്യക്തമാകുന്നത്. എന്തായാലും കേരളം ഇപ്പോഴും ഇനിയും നവോത്ഥാനത്തിലേക്ക് മുന്നേറാനുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എന്നുകൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.